അന്നാണെങ്കിൽ സ്ക്രോൾ വന്നേനെ പഴനിയില് വിഗ്രഹം മാറ്റാൻ ഒരാളെ കൊണ്ടിരുത്തിയെന്ന്. അപ്പൊ ഈ അപ്പൊ ഇലുമിനാറ്റി ചിഹ്നം ആ പവർ എടുത്തിട്ടാണ് ഡോളർ ലോകം മുഴുവൻ പവർഫുൾ ആയത്. അപ്പൊ ഓരോ രാജ്യത്തിനും അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഭാരതത്തിന്റെ ശക്തി ആത്മീയതയാണ്. 2020 ഞാൻ പറഞ്ഞ മുരുകയുഗം ആരംഭിക്കുന്നത്. ആ സമയത്താണ് അദ്ദേഹം പുതിയ പാർലമെന്റ് നിർമ്മിക്കുന്നത്. ആ പാർലമെന്റിൽ അദ്ദേഹം തീരുമാനിച്ച തീം മയൂര തീമാ. മയിലാണ് അതിന്റെ അടയാളം. നമ്മൾ കോവിഡ് കാലത്താണ് അദ്ദേഹം ഒരു വിളക്ക് കൊളുത്തി കൊട്ടാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ഭയങ്കര ട്രോളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ശരിക്കും അദ്ദേഹം അത് ചെയ്തത് പുതിയ യുഗത്തിന് ഇന്ത്യക്കാരെ കൊണ്ട് ഇത്ര കോടി ജനങ്ങളെ കൊണ്ട് ഒറ്റയടിക്ക് ചെയ്യിക്കുകയും ചെയ്തത്. അതെന്തുകൊണ്ടാണ് ഞാൻ അത് പറയണത്? കാരണം അദ്ദേഹം അന്ന് കൊളുത്തിയത് മയിലിന്റെ വിളക്കാ. അദ്ദേഹം ധരിച്ച വസ്ത്രം തമിഴ് വസ്ത്ര. അപ്പോൾ അദ്ദേഹം അത് അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മയൂര തീം പുതിയ പാർലമെന്റിൽ വന്നതും ചോഴന്മാരുടെ ചെങ്കോലും മന്ത്രം വെറ്റിവേൽ വീരവേൽ എന്ന് പറഞ്ഞ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്നോട് പലരും ചോദിക്കണം മോദിജിയെ പരിചയമില്ല. ഞാനായിട്ട് അങ്ങോട്ട് ഒന്നിനും പോകാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. സംഖ്യയാണോ? സംഖ്യ നല്ല രാഷ്ട്രസ്നേഹമാണ്, രാഷ്ട്രസ്നേഹിയാണ്. അന്ന് യാഗം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനിയുള്ള ഈ നടക്കാൻ പോകുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ അന്ന് ആ പേരിട്ടിട്ടില്ല. ആ യുദ്ധത്തിൽ മുരുകസേനയുടെ ശക്തി ഇന്ത്യൻ പട്ടാളക്കാർക്ക് കിട്ടും. അതിന്റെ ഫലം അറിയാൻ പറ്റും. 4 ദിവസം കൊണ്ട് നമ്മൾ പാകിസ്ഥാനെ ചുരുട്ടിക്കെട്ടി ഈ രാജ്യങ്ങളിലൊക്കെ ഭാരതം ആക്ട് ചെയ്ത് തുടങ്ങും. ഭഗവാന്റെ അനുഗ്രഹത്തിൽ അവിടുന്ന് ഇത്ര വാർത്തകൾ കണ്ടു. മെയ് 1 ആകുമ്പോഴേക്കും ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. നമസ്കാരം. ഇത് പോഡ്കാസ്റ്റിൻ്റെ കാലമാണ്. എല്ലാ മാധ്യമങ്ങളും പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പലരും ചോദിക്കാറുണ്ട് മറുനാടൻ എന്താണ് പോഡ്കാസ്റ്റ് ചെയ്യാത്തത്. സത്യം പറഞ്ഞാൽ പോഡ്കാസ്റ്റും ഇൻ്റർവ്യൂവും തമ്മിലുള്ള വ്യത്യാസം ഇതുവരെ കൃത്യമായി പിടികിട്ടിട്ടില്ല. എന്തായാലും പോഡ്കാസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് കാത്തിരിക്കുമ്പോഴാണ് ഒരു അതിഥിയെ യാദൃച്ഛികമായി പരിചയപ്പെടുന്നത്. ഒരുപക്ഷെ എൻ്റെ പോഡ്കാസ്റ്റിൻ്റെ തുടക്കം ആ അതിഥിയിലൂടെ തന്നെ ആവട്ടെ എന്ന് കരുതി വളരെ സാധാരണക്കാരൊരു മനുഷ്യൻ, അധികം പ്രത്യേകതകളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പുതിയൊരു യുഗപ്പിറവിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വരാൻ പോകുന്ന ഭാരതത്തെക്കുറിച്ച് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നു. മുരുക ഭഗവാന്റെ ഉപാസകനായ രജിത് കുമാർ എന്ന തൃശ്ശൂരുകാരൻ. മുഴുവൻ കേൾക്കുക. വിശദമായ ഈ അനുഭവ പരമ്പരയിലൂടെ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഞാൻ എന്നോട് നമ്മുടെ രഞ്ജിത് ഗോപാലകൃഷ്ണനാണ് പറയുന്നത് ഇങ്ങനെയൊരു വ്യക്തിയുടെ കാര്യം. അപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. ഇതെങ്ങനെയാണ് ഇങ്ങനെ, എന്താണിത്? അപ്പോൾ ആകെ അങ്ങനെയൊന്ന് പരിചയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങിപ്പം LMRK എന്ന് പറയുന്ന ഒരു സംരംഭത്തിന്റെ ക്യാപ്റ്റൻ. എന്താണ് ക്യാപ്റ്റൻ എന്ന് പറയാൻ കാര്യം? കാരണം LMRK എന്നുള്ളത് ഒരു മുരുക ഭക്തരുടെ സംഘടനയാണ്. ലയൺ മയൂര റോയൽ കിങ്ഡം, അതാണ് അതിൻ്റെ പേര്. അപ്പോൾ മുരുകന്റെ ഡയറക്ഷനിൽ ആരംഭിച്ച ഈ സംഘടനയുടെ ഒരു ടീം വർക്കാണ് ആ ടീം. ആ ടീം വർക്കിൽ ഒരു ഗുരു എന്ന് പറയരുത് എന്നുള്ള ഭഗവാന്റെ പ്രത്യേക ഡയറക്ഷൻ ഉണ്ട്. ഗുരു ആയാലും ഗോഡ്മാൻ എന്ന് പറയരുത്. ഒരു സാധാരണക്കാരായി നിന്നുകൊണ്ട് ഒരു ടീമിനെ നയിക്കുക. ഒരു ക്യാപ്റ്റനായി, ഒരു ടീം ആകുമ്പോൾ ഒരു ക്യാപ്റ്റൻ വേണം. ആ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിച്ച് അവരെ മുന്നോട്ട് നയിക്കുക എന്നാണ് ദൗത്യം. അപ്പോൾ അതുകൊണ്ടാണ് ക്യാപ്റ്റൻ എന്നുള്ള പേരെടുത്തത്. ഞാൻ ഒരിക്കലും ഒരു പീഠത്തിലിരുന്നിട്ട് താഴെ ആൾക്കാർ ഇരിക്കുന്ന പരിപാടിയില്ല. ഞങ്ങൾ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് കൈവച്ചിട്ടാണ് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങൊരു സ്വാമിയോ സന്യാസിയോ അല്ല? അല്ല, ആവാൻ ആഗ്രഹിക്കുന്നില്ല? ഇല്ല, തീർച്ചയായും ഇല്ല. ഗുരു എന്നുള്ള വാക്കിന് ഭയങ്കര അർത്ഥങ്ങളുണ്ട്. അതായത് അത്രയും ലെവലെത്തിയ പറയേണ്ട ഒരു വാക്കാണ്. ഞാൻ അങ്ങനെയുള്ള അറിവോ വിവരങ്ങളോ, എനിക്ക് ഒരു പുരാണങ്ങൾ പറയാൻ അറിയില്ല, വേദങ്ങൾ അറിയില്ല, ഒരു മന്ത്രം പോലും അറിയില്ല. മുരുകാന്ന് വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ലെവലിൽ ഞാൻ ഒരിക്കലും എത്തിയിട്ടില്ല, എത്താനും പറ്റൂല. പക്ഷെ ഞാനൊരു ടീമിനെ നയിക്കുന്ന ക്യാപ്റ്റനായിട്ട് ഭഗവാൻ എന്നെ വളർത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്താൻ ആഗ്രഹിക്കണമില്ല, എത്താൻ പറ്റൂല. ഈ LMRK എന്ന് പറഞ്ഞു ലയൺ മുരുക ലയൺ മയൂര റോയൽ കിങ്ഡം. എന്താണ് ഇതിന്റെ പ്രവർത്തനം? ഇത് ശരിക്കും 2017 മെയ് 1 ഷഷ്ടി ദിവസം പഴനിയിൽ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഭഗവാൻ പറയുന്ന ഡയറക്ഷനിൽ ആ ഡ്യൂട്ടികൾ ചെയ്ത്, ഇത് മുരുകയുഗം എന്നുള്ള ആ കൺസെപ്റ്റിൽ, ആ മുരുകന്റെ യുഗമാണിത്, ആ കൺസെപ്റ്റ് ഭാരതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതൊരു ഭക്തിയും ദേശീയതയും കൂടി കലർന്ന ഒരു പ്രസ്ഥാനമാണ് LMRK. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ ഡ്യൂട്ടികൾ ഭഗവാൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ഭഗവാൻ അനുഗ്രഹിച്ച് രാജ്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുരുകയുഗമാണ് എന്ന് പറയുന്നത് വേദ നിശ്ചയമാണോ അതോ അങ്ങനെയൊക്കെ വെളിപാടിൻ്റെ ഭാഗം? ശരിക്കും പറഞ്ഞാൽ പല പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ ബ്രഹ്മകുമാരീസ് പറഞ്ഞ അതേപോലെ സത്യയുഗം എന്ന് പറയുന്നുണ്ട്. അവരൊക്കെ പല പേരിൽ ഈ യുഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരും ഈ ഷിഫ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കലിയുഗം എന്നുള്ള
ഹിന്ദു പുരാണങ്ങളിൽ ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റിനെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഇവിടെ മുരുകയുഗം എന്നുള്ളൊരു ടേംസാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അല്ല, കലിയുഗമല്ലേ ഇത്? കലിയുഗത്തിൽ ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റിംഗ് കലിയുഗം അവസാനിക്കുമല്ല. അല്ല, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റിംഗ് ആണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ അത് പല ആൾക്കാരും സത്യയുഗം എന്നുള്ള പേരിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ഭഗവാന്റെ ഡയറക്ഷനിൽ എനിക്ക് കിട്ടിയത് മുരുകയുഗം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2013 ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അതായത് ഭൂമിക്ക് നമുക്ക് എല്ലാവർക്കും ഫിസിക്കൽ ബോഡി ഉണ്ട്, ഒരു ആസ്ട്രൽ ബോഡി ഉണ്ട്. ഈ ആസ്ട്രൽ ബോഡി ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആൾക്കാർ, ചില ആൾക്കാരൊക്കെ നമ്മൾ ഹീൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആസ്ട്രൽ ബോഡിയിലെ ഹീൽ ചെയ്യുക. നമ്മൾ സിദ്ധന്മാരെ കുറിച്ചിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അവർ സമാധിയാവുക എന്ന് പറയാം, ജീവസമാധി. അതായത് ഫിസിക്കൽ ബോഡി വേണ്ടാന്ന് വെച്ചിട്ട് ആസ്ട്രൽ ബോഡിയിൽ വർക്ക് ചെയ്യും. നമ്മുടെ പ്രധാനപ്പെട്ട കുറേ അമ്പലങ്ങൾ, ഇപ്പോൾ പഴനി ബോഗർ സിദ്ധരുടെ സമാധി സ്ഥലം, നമ്മുടെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം അഗസ്ത്യ സിദ്ധരുടെ സമാധി സ്ഥലം, തിരുപ്പതി കൊങ്കണർ സിദ്ധരുടെ സമാധി സ്ഥലം. അതായത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എല്ലാ അമ്പലങ്ങളിലും ഒരു സിദ്ധൻ്റെ സമാധി ഉണ്ട്. അദ്ദേഹം ഫിസിക്കൽ ബോഡി വേണ്ടാന്ന് വെച്ചിട്ട് ആസ്ട്രൽ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥലം. അതേപോലെ ഫിസിക്കൽ ബോഡി വേണ്ടെന്ന് വെച്ചിട്ട് ആസ്ട്രൽ ബോഡി വർക്ക് ചെയ്യും. അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ചുറ്റും ഒരു ആസ്ട്രൽ ബോഡി ഉണ്ട്. ഈ ആസ്ട്രൽ ബോഡി ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ സാധാരണക്കാർക്ക് അത് പറ്റില്ല. പക്ഷെ ഒരു സിദ്ധനെ സംബന്ധിച്ച് ആ ഒരു ലെവലെത്തിയ ആൾക്കാർക്ക് ഈ ഫിസിക്കൽ ബോഡി വേണ്ടാന്ന് വെച്ചിട്ട് ആസ്ട്രൽ ബോഡിയിൽ ഇരുന്നു കൊണ്ട് സന്ദേശങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്. അവർ സമാധിയാവുമ്പോൾ അവർ ഈ മരിക്കുക വേണമെങ്കിൽ അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കാം, മരിക്കുകയാണ്. പക്ഷെ ആ മരിക്കുമ്പോൾ അവർക്ക് ആസ്ട്രൽ ബോഡിയിൽ നിന്നിട്ട് അവരെന്ത് ചെയ്യാൻ പറ്റണോ അത് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. നമുക്ക് മനസ്സിലാകുന്ന ആസ്ട്രൽ ബോഡി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാം. നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻസ്, അവരുടെ സാന്നിധ്യം, അത് നമുക്ക്, അതുകൊണ്ടാണ് ഈ അമ്പലങ്ങളൊക്കെ ഭയങ്കര പവർഫുൾ ആവാൻ നിൽക്കാൻ കാരണം അത്ര ആസ്ട്രൽ ബോഡിയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ആ എനർജി ഫീൽഡ് പവർഫുള്ളായി വെക്കാൻ പറ്റും. ഈ ആസ്ട്രൽ ബോഡി അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പത്മനാഭ സ്വാമി അഗസ്ത്യ സിദ്ധന്റെ ആസ്ട്രൽ ബോഡി ഉണ്ട്, കണ്ടിന്യൂ ചെയ്യണു. പഴനിയിൽ ഭോഗർനാഥർ സിദ്ധരുടെ കണ്ടിന്യൂ. അപ്പോൾ ഈ സിദ്ധന്മാരെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടത്, നമ്മൾ മഹർഷിമാരും സിദ്ധന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്. മഹർഷിമാർ എപ്പോഴും ഒരു മെഡിറ്റേഷൻ ക്ലാസ് അങ്ങനെ പോകും. സിദ്ധന്മാരെ സംബന്ധിച്ച് അവർ സയൻസും കൂടി കൂട്ടിച്ചേർക്കപ്പെടും. അവർ ആൽക്കമി ഉപയോഗിക്കും, ഔഷധങ്ങൾ ഉപയോഗിക്കും, ജനങ്ങളുടെ ഇടയിൽ കയറി പ്രവർത്തിക്കുന്ന ആൾക്കാർ. അതായത് മഹർഷി എന്ന് പറഞ്ഞാൽ ആത്മീയത മാത്രമാണ്, ഇവര് പ്ലസ് സയൻസും കൂടി ഉണ്ടാവും. രണ്ടും കൂടിയാണ്. അപ്പൊ അവര് ആ സയൻസും അതിൽ ഔഷധങ്ങൾ ഉണ്ടാവും, അത്ര പല കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും. മഹർഷിമാരെ എപ്പോഴും അവരുടെ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക ആ രീതിയിലാണ്. പക്ഷെ ഇവര് എപ്പോഴും പബ്ലിക്കിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 18 സിദ്ധന്മാരെ കുറിച്ചാണ് പറയുക. അതിൽ 16 പേരും തമിഴ്നാട്ടിലുള്ളവരാണ്, തമിഴ് ബേസാണ്. 2 പേരൊക്കെയാണ് പുറത്തുള്ളത്. അതിലൊരാളാണ് ഗോരഖനാഥ സിദ്ധർ. ആ സിദ്ധ പരമ്പരയിലത്തെ ഒരാളാണ് ഇപ്പം നമ്മുടെ യോഗിജി, ഉത്തർപ്രദേശ്. അദ്ദേഹം ആ മഠത്തിലത്തെ പൂജാരിയാണ്. അപ്പോൾ ബാക്കി 16 പേരും തമിഴ്നാട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സിദ്ധരാണ് ഭോഗർനാഥർ സിദ്ധർ. ഇത് നാദർ ട്രഡീഷനാണ് അവർ. ഭോഗർനാഥർ സിദ്ധർ, അദ്ദേഹത്തിന് ഗുരു കാലികനാഥർ സിദ്ധർ, അങ്ങനെ അതൊരു സിസ്റ്റാണ്. അങ്ങനെ അവർ കൂടുതലിരുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ് പശുപതിനാഥ്, അമർനാഥ്, കേദർനാഥ് ഒക്കെ പേര് വരാൻ പോലും കാരണം ട്രഡീഷനിൽ അവർ കൂടുതലിരുന്നു. അതെ, പക്ഷെ ഇവര് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ നാദർ ട്രഡീഷനിലുള്ള ഭോഗർനാഥർ സിദ്ധർ എന്ന് പറഞ്ഞ സിദ്ധരാണ് പഴനിയിലെ മുരുകഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് നവപാഷാണ വിഗ്രഹം, 9 വർഷമാണത്. അദ്ദേഹം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ച ആളാണ്. ചൈനയിൽ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗുരു കാലങ്കിനാഥർ സിദ്ധർ ചൈനയിലെ സമാധി. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പുലിപ്പാണി സിദ്ധർ അവിടെ നിന്നാണ് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ചൈനയിലേക്ക് ഒരുപാട് പോയിട്ട് അവിടുത്തെ ചില കെമിക്കൽസും ഭാരതത്തിലെ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് 9 വർഷങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രത്യേകം മിക്സ് ആകുമ്പോൾ അത് ഔഷധമായിട്ട് മാറും. അങ്ങനെ എവിടെയുള്ള ശാസ്ത്രമാണ് അതൊക്കെ ഓൾറെഡി ഉള്ളതാണ്, തമിഴ്നാട്ടിലുള്ള ശാസ്ത്രങ്ങളാണ്. ഒരുപാട് പുസ്തകത്തിൽ ഇദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. 7000 എന്ന് പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഭോഗർനാഥ സിദ്ധരെ കുറിച്ചിട്ട്. ഈ സിദ്ധവൈദ്യം ഇതിന്റെ തുടർച്ചയാണ്. അതിന്ന് ആരംഭിച്ചതാണ് സിദ്ധവൈദ്യം. അവര് എഴുതി വെച്ച ബേസാണ് സിദ്ധവൈദ്യം ഇപ്പോഴും പാരമ്പര്യം അത് കൊണ്ടുപോകുന്നത്. അപ്പൊ അവര് സിദ്ധവൈദ്യത്തെ കുറിച്ച് എന്തെങ്കിലും അങ്ങേക്ക് ധാരണ? എനിക്ക് ഈ വൈദ്യം ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, ഒരു ഐഡിയ. അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് സിദ്ധവൈദ്യം ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളിപ്പം അലോപ്പതി പറയാറുണ്ട്, ഹോമിയോ പറയാറുണ്ട്, ആയുർവേദം പറയാറുണ്ട്, പ്രകൃതി ചികിത്സ പറയാറുണ്ട്. ഇതിൽ സിദ്ധവൈദ്യം എങ്ങനെ വ്യത്യാസം എന്നല്ല അറിയാം. എനിക്കറിയില്ല, കാരണം തമിഴ്നാട് ബേസാണ്. അവരുടെ സിദ്ധവൈദ്യത്തിന് കോഴ്സുകളുണ്ട്, അവരുടെ കോളേജുകളുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ഇതിലേക്ക് മാറുന്നത്. അപ്പൊ ആ വിഗ്രഹം അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ ചെയ്ത പാലഭിഷേകം എന്തെങ്കിലും കഴിച്ചാൽ നമുക്ക് നല്ലതാന്ന് പറയാൻ കാരണം ഔഷധ മൂല്യമുള്ള ഒരു
പവർഫുള്ളായ വിഗ്രഹമാണ് അദ്ദേഹം ഈ വിഷം ഔഷധമായി മാറിക്കഴിഞ്ഞു. മാറിക്കഴിഞ്ഞു. വിഷം തന്നെ ഉണ്ടാക്കത്തില്ല, ഇമ്പാക്ട് ഉണ്ടാവത്തില്ല. ഇല്ല ഇത് പ്രത്യേക കൂട്ടായിട്ട് മാറുമ്പോൾ അത് ഔഷധമായിട്ട് മാറുകയാണ്, ഏറ്റവും വലിയൊരു ഔഷധമായിട്ട് മാറുക. അപ്പോൾ അതാണ് സിദ്ധ പരമ്പരയുടെ പ്രത്യേകത. അപ്പോൾ ഈ സിദ്ധ പരമ്പരയുടെ പ്രത്യേകതയാണ് നമ്മൾ ഈ ആസ്ട്രൽ ബോഡിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ എർത്തിനും ഉണ്ട് ഒരു ആസ്ട്രൽ എർത്ത്. ആ എർത്തിലാണ് നമ്മൾ 2013 കാർത്തിക നക്ഷത്രക്കൂട്ടം എന്ന് പറയും, പ്ലീഡിയസ് സ്റ്റാർ ക്ലസ്റ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിൽ നിന്നുള്ള രശ്മികൾ ധാരാളം വന്നു തുടങ്ങിയ സമയമാണ് 2013. അപ്പോൾ അവിടുന്ന് അന്ന് തൊട്ടാണ് ആസ്ട്രൽ എർത്തിൽ നമ്മുടെ മുരുകയുഗം ആരംഭിക്കുന്നത്. 2020 ഫിസിക്സ്. ഞാൻ പിന്നെ നേരത്തെ ചോദിച്ചു, മുരുകയുഗം ആരംഭിക്കുമെന്ന് ഉണ്ടായിരുന്നോ? മുരുകയുഗം ആരംഭിക്കുകയാണ്. അതാണ് വെളിപാട് കിട്ടണത്, എൻ്റെ ദൗത്യം. അപ്പൊ അതിന്റെ എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്ന് ഭഗവാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2013 മുരുകയുഗം ആരംഭിക്കാൻ. ഇന്നൊരുപാട് പേര് മുരുകയുഗത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഞാനാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അതില് പ്രത്യേകത എന്താ വെച്ചാൽ, കുമരിക്കണ്ടം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് നമ്മുടെ തമിഴ്നാട്ടില്. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ആസ്ട്രേലിയ, ഇപ്പുറത്തെ സൈഡിൽ മഡഗാസ്കറൊക്കെ ഉള്ള വലിയൊരു ദ്വീപ്, ഇംഗ്ലീഷിൽ ലുമേറിയ എന്ന് പറയും. അത് ഇപ്പോഴത്തെ കാലമല്ല കേട്ടോ, ഞാൻ വളരെ മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അവിടെയാണ് തമിഴിൻ്റെ ഉത്ഭവം. അവിടെ ഒരു വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. അത് നമ്മുടെ സ്കന്ദപുരാണത്തിലൊക്കെ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ലുമേറിയ എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നുണ്ട്. എനിക്ക് ആളുടെ പേര് മറന്നു. ആളിതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ട് മഡഗാസ്കറിൽ കണ്ട മൃഗങ്ങളുടെയും ആസ്ട്രേലിയ കാണുന്നതും ഇതും നമ്മളെ കണക്ഷനെ കുറിച്ചിട്ടൊരു പഠനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുമാരിഖണ്ഡത്തിലാണ് ശരിക്കും പറയുക ആദ്യത്തെ സംഘകാലഘട്ടം, ഫസ്റ്റ് സംഘകാലഘട്ടം. മുരുകവൻ അവിടുത്തെ അവരുടെ രാജാവായിരുന്നു. അദ്ദേഹമാണ് തമിഴ് ഭാഷ അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് ഒരു ദൈവത്തിന് ലാംഗ്വേജ് ആയിട്ട് കണക്ട് ചെയ്യാറില്ല. മുരുകവനെ തമിഴ് കടവുൾ മുരുകൻ എന്ന് പറയും. അതാണ് ആ ഭാഷ അദ്ദേഹം കൊടുത്തത്. ലോകത്തെ ഏറ്റവും പഴയ ഭാഷ തമിഴാണ്. അപ്പോൾ ആ ഭാഷയ്ക്ക് അതിൻ്റെ ഒരു ശക്തിയുണ്ട്, പവറുണ്ട്. അത് ആ പവർ സംസ്കൃതത്തിനേക്കാൾ പഴയതാണ്. സംസ്കൃതങ്ങളെ പഴയത്. കാരണം ഇദ്ദേഹമാണ് അത് കൊടുക്കുന്നത്. അതിപ്പോഴും നമ്മൾ കടും തമിഴന്മാരില്ല, ഭയങ്കര തമിഴ് തീവ്രമായിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മുരുകൻ ഞങ്ങളുടെ മുപ്പാട്ടെന്ന് പറയും, ദൈവം എന്നല്ല പറയും, മുപ്പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഫാദർ. അപ്പോൾ ആ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം വയ്യാപുരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് മുരുകൻ താമസം. അദ്ദേഹത്തിന് അമ്പലങ്ങൾ 6 പടവീട് എന്ന് പറയുക. നമ്മുടെ തമിഴ്നാട്ടിൽ 6 പടവീട്, അമ്പലങ്ങൾ എന്നല്ല പറയാം. അതായത് ആർമി ക്യാമ്പ്, 6 ആർമി ക്യാമ്പാണ്. കാരണം ഇദ്ദേഹം ഒരു ദേവസേനാപതിയാണ് മുരുകൻ. അപ്പോൾ ആ ദേവസേനാപതി ഇപ്പോഴും നമ്മൾ മുരുകൻ്റെ അമ്പലത്തേക്ക് ആൾക്കാർ പദയാത്രയായിട്ട് വരുന്നത് കാണാം. ദേഹത്ത് ശൂലം കുത്തി കാവടിയൊക്കെ എടുത്തിട്ട്. ശരിക്കും ആക്ച്വലി അത് അന്നത്തെ കാലത്ത് ഈ ദളപതി ഇതിനെ കാണാൻ വേണ്ടി സേനകൾ വരികയായിരുന്നു. മാർച്ച് പാസ്റ്റാണ്, സേനയുടെ മാർച്ച് പാസ്റ്റാണ് ശരിക്കും അത്. അപ്പോൾ അവർ വരുമ്പോൾ അവരെന്താ ചെയ്യുക, അവരുടെ വീരത പ്രദർശിപ്പിക്കും. അവർ സാധാരണ പാട്ടുപാടിയല്ലല്ലോ വരിക, വീരന്മാർ വരുമ്പോൾ അവരുടെ കളികളാണ് ചെയ്യുക. അങ്ങനെ കളികൾ കളിച്ച് ആ വീരത പ്രദർശിപ്പിച്ച് മാർച്ച് പാസ്റ്റായിട്ട് വന്ന് ഇദ്ദേഹത്തിന് കണ്ടുപോകണമെങ്കിൽ തിരിച്ച് ആറുപട വീട്ടിലേക്ക് പോണതാണ് ഇപ്പോൾ നമ്മൾ പദയാത്രയായിട്ട് ഇദ്ദേഹത്ത് ശൂലം കുത്തി വരുന്നത്. ആളുകൾ ശൂലം കുത്തുന്നത് എന്തിനാ? ആ വീരത പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം അന്നത്തെ കാലത്ത് അവർ സേനകളാണ്, സേനകളുടെ അവരുടെ സേനാപതിനെ ദളപതിനെ കാണാൻ വരികയാണ്. അപ്പോൾ അവരുടെ വീരത പ്രദർശിച്ച് വരുന്നത് ഇങ്ങനെ തുടർന്ന് വന്നിട്ട് ഇപ്പം അതൊരു പദയാത്രയായി കാവടി എടുത്ത് ഇപ്പോഴും അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇതൊക്കെ കുത്തി വരുന്നത്. അപ്പോഴൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ മുരുക ഭഗവാൻ പഴയ രാജാവായിരുന്നു, സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു പറയുമ്പോൾ നമ്മളിത് ശിവപാർവതി മകനായ സുബ്രഹ്മണ്യൻ തന്നെയാണല്ലേ? തീർച്ചയായും. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അതായത് ശിവഭഗവാന്റെ മകനായ മുരുകവാൻ സുബ്രഹ്മണ്യൻ, അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ രാജാവ്. അദ്ദേഹം തന്നെയാണ് രാജാവ്. അദ്ദേഹം കൊടുക്കുന്ന ഭാഷയാണ് തമിഴ് എന്നുള്ള ഭാഷ വരുന്നത്, അവിടുന്ന് കണക്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പദയാത്രയായിട്ട് വരുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ ബാക്കിയുള്ള അമ്പലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. പക്ഷെ മുരുകൻ്റെ അമ്പലത്തിൽ പോയി അത് പറ്റില്ല. അവിടെ ആകെ ലഹളയോ കരകരോ എന്ന് പറയും. അത് കാരണം എന്താ, ആ മുരുകൻ ഒരു മാസ് ലീഡറാണ്, അതിൻ്റെ ഒരു ഓറയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും അതൊരു ഫോളോ അപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ കുമാരിഖണ്ഡം എന്ന് പറഞ്ഞ സ്ഥലം ഒരു കാലത്ത് മുങ്ങിപ്പോകുന്നു, കടലെടുത്ത് പോകുന്നു. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് കുറേ ആൾക്കാർ മരിക്കുന്നു, കുറേ പേര് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാർ സ്ഥാപിച്ചതാണ് തമിഴ്നാട്ടിൽ കാണുന്ന ഇപ്പോഴത്തെ ആറുപട വീട്. അപ്പോൾ രണ്ടാമത്തെ സംഘകാലഘട്ടം പിന്നെയാണ് തുടങ്ങുന്നത്, മധുരയിൽ തുടങ്ങുന്നത്. ആദ്യത്തെ സംഘകാലഘട്ടം ഇവിടെയാണ് തുടങ്ങുന്നത്. അത് ഈ മുരുകയുഗത്തിൽ ഇത്തരം കാര്യങ്ങൾ തിരിച്ചു വന്നു തുടങ്ങും. കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വിട്ടുപോയ ആൾക്കാർ വീണ്ടും തിരിച്ചു. ഓസ്ട്രേലിയക്ക് പിന്നെ മഡഗസ്കറൊക്കെ പിന്നീട് രൂപപ്പെട്ടതാണ്. ഇത് കട്ട് ചെയ്ത് പോയി, കുറേ കടലിൻ്റെ ഉള്ളിൽ പോയി കുറേ കഷ്ണങ്ങളായിട്ട് മാറിപ്പോയി. ഇപ്പം നമ്മൾ ആസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ 2 ഉദാഹരണം വെച്ചാൽ, ആസ്ട്രേലിയയിൽ ഞാൻ
പോയിട്ടുണ്ട്, ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട്. അതൊരു പടവീടാണ് അന്നത്തെ കാലത്ത്. അവിടെ അബോർജിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഭസ്മമൊക്കെ പൂശി നമ്മുടെ ഈ അവരുടെ പല വാക്കുകളും തമിഴ് വാക്കുകളായിട്ട് കണക്റ്റഡാണ്. പരമ്പെട്ട എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഞാനൊരു കോളിംഗ് ഹൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റിനെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇതിൽ ഗവേഷണം നടത്തുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന്, അതായത് കുമരകണ്ഡത്തു നിന്ന് വന്ന് ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ വീണ്ടും പ്രളയം എടുത്തപ്പോൾ ഇവിടുന്ന് പോയ ആൾക്കാരാണ് ഈജിപ്തിൽ പോയിട്ട് പിരമിഡ് വെച്ചിരിക്കുന്നത്. ഇവിടെ ലയൺ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് സിഡ്നിയിൽ. അതേമാതിരിയാണ് സ്മിനിക്സ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യ തലയായിട്ടുള്ളൊരു സ്ഥലം പിരമിഡിൻ്റെ ഉണ്ട്. ഇത് സെയിം വലിപ്പമാണ്, നമ്മൾ വെച്ച് നോക്കിയാൽ കാണാം. ഇവിടുന്ന് പോയ ആൾക്കാർ റിപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെന്ന് പറയാം. ഇവരെ ഇത്തരം ചില ആചാരങ്ങളൊക്കെ ഉള്ള ഒരു പക്ഷേ ഇതിനെ തുടർച്ചയായിരിക്കും അവർ ഈ പാവാട പോലത്തെ. തീർച്ചയായും കണക്ട് ഉണ്ട്. റീയൂണിയൻ ഐലൻഡ് ഞാൻ പോയിട്ടുണ്ട്. അവിടെ 40% തമിഴ് ആൾക്കാരാണ്. തമിഴ് ഭാഷ അറിയില്ല, ഫ്രഞ്ച് അറിയില്ല, പക്ഷെ അമ്പലങ്ങളുണ്ട്, ഒരുപാട് മുരുകക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ കണക്ട് ചെയ്ത്, അപ്പോൾ ഈ ഇദ്ദേഹം പറയുന്നത് ഈ ഈജിപ്തിൻ്റെ അവിടെ നിന്ന് തമിഴ് ഭാഷയിലുള്ള ബോട്ടുകളുടെ കഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട്. വേറൊരു കണക്ഷൻ പറയുക, യസീദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇറാഖിൽ അവർ പ്രാർത്ഥിക്കുന്നത് മയിലുമേ എല്ലാം മാലാഖേനെ. ഈ ISS തീവ്രവാദികളുടെ സമയത്ത് അവർക്ക് ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ട് അവർ പല രാജ്യങ്ങൾക്ക് പലായനം ചെയ്യലൊക്കെ ഉണ്ടായി. അവരും ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത കേട്ടു, കാർത്തിക്സ്ഥാൻ, ഇതുവരെ അവർ പറഞ്ഞില്ല, കാർത്തിക്സ്ഥാൻ എന്നുള്ള രാജ്യത്തിനെ കുറിച്ചിട്ട് അവർ സംസാരിച്ചു തുടങ്ങി. കാർത്തിക്സ്ഥാൻ എന്ന് പറഞ്ഞാൽ കാർത്തികേയൻ, ഒരു കൊല്ലം സ്ഥലം. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ഞാൻ അർമേനിയ പോയിട്ടുണ്ടായിരുന്നു. അർമേനിയ. അപ്പോൾ ഭഗവാന്റെ ഒരു ഡയറക്ഷൻ വന്നു. അവർ തിരിച്ച് ഈ മുരുകനിൽ കണക്ട് ചെയ്യേണ്ട സമയമായി. ഭഗവാന്റെ ഒരു ഫോട്ടോ കൊണ്ട് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് എനിക്ക് കിട്ടി. ഞാൻ കഴിഞ്ഞ മാസം ആദ്യം അവരുടെ മെയിൻ ടെമ്പിള് ലാലിഷ് ടെമ്പിളാണ്, ഇറാഖിൽ കുർദിഷ് മേഖലയിലാണ്. പിന്നെ അവർ തുർക്കിയിലുണ്ട്, ആ ഒരു ഏരിയയാണ് മെയിനായിട്ട്. പക്ഷെ ഇപ്പോൾ ഇറാഖിൽ പോണത് കുറച്ച് ബുദ്ധിമുട്ടായ കാരണം ഞാൻ രണ്ടാമത്തെ അമ്പലം തിരഞ്ഞപ്പോൾ അർമേനിയായിരുന്നു. അപ്പോൾ അർമേനിയ പോകാൻ തീരുമാനിച്ചിരിക്കും. അവിടെ യസീദികളുണ്ടോ? യസീദികളുടെ അമ്പലമുണ്ട്, വലിയൊരു അമ്പലമുണ്ട്, കുറച്ച് യസീദികളുമുണ്ട്. രണ്ടാമത്തെ വലിയ അമ്പലമാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ 27 എന്ന് പറയുന്ന ഡേറ്റിൽ ഷഷ്ടി വരുന്നുണ്ട്. ഷഷ്ടി ദിവസം കൊണ്ട് കൊടുക്കാം. എനിക്ക് അവിടെ ആരും പരിചയമൊന്നുമില്ല. ഞാൻ അവിടുത്തെ അർമേനിയ എത്തി, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. വലിയ അമ്പലമാണ്. അവിടെ ഒരു ഉള്ളിൽ ചെന്നപ്പോൾ വലിയൊരു മയിലിനെ വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ അവിടെ വന്ന് കുറച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2-3 പേര് വന്നു. അപ്പോൾ ഞാൻ അവരെന്നെ കണ്ടപ്പോൾ, എൻ്റെ രൂപം കണ്ടപ്പോൾ, അവരുടെ രൂപമല്ലല്ലോ, വന്ന് സംസാരിച്ചു. അപ്പോഴാണ് അവർ എന്നോട് പറയുന്നത്, പിറ്റേ ദിവസം ഈ അമ്പലം പ്രതിഷ്ഠിച്ച ദിവസമാണ്, ലോകത്തുള്ള എല്ലാ യസീദികളും അവിടെ വരും. ഇറാഖിലത്തെ മെയിൻ പുരോഹിതനും അവിടെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇറാഖ് പോകാൻ ബുദ്ധിമുട്ടായിട്ട് ഒഴിവാക്കിയിട്ട് ഇവിടെ ചെന്നപ്പോൾ ഭഗവാൻ ആളേനെ ഇവിടെ എത്തിച്ച പോലെ. പിറ്റേ ദിവസം ഞാൻ പോയി ചെന്ന് ആളെ കണ്ട് സംസാരിച്ചു. ഈ ഫോട്ടോ എടുത്തോട് കൂടിയിട്ട് അവിടെ എൻ്റെ ചുറ്റും ആൾക്കാർ കൂടി. എല്ലാവരും ഈ ഫോട്ടോ എടുത്ത് ഉമ്മ വയ്ക്കുക. അവർക്ക് ഏതോ ഒരു കണക്ഷൻ. ഈ ഫോട്ടോ എവിടെ നിന്നായിരുന്നു? ഞാൻ മുരുകാന്റെ മയിലുമേരിക്കുന്ന ഫോട്ടോ ഞാൻ ഇവിടുന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുപോയതാ. അവർക്കതില്ല. ഇല്ല, അവർ ഈ ഫോട്ടോ കണ്ടപ്പോൾ അവരുടെ ദൈവമായിട്ട് അത്രയും കണക്റ്റഡ് ആണല്ലോ. അവർക്ക് എവിടെയോ ഒരു സാധനം കത്തിയ പോലെ എല്ലാവരും എന്നെ ഒന്ന് പൊതിഞ്ഞ് ഈ ഫോട്ടോ മേടിച്ച് ഉമ്മ വയ്ക്കലും ഭയങ്കര എന്തൊക്കെയാ അവരുടെ ഭാഷയിൽ സംസാരവും. പെട്ടെന്ന് ഞാൻ അവിടുത്തെ വലിയൊരാളായി മാറി. എല്ലാവരും വന്നു. എന്നിട്ട് ആ പുരോഹിതന് ഭയങ്കര സെക്യൂരിറ്റി അവർക്ക്. ആളെൻ്റെ അടുത്ത് വന്നു, സംസാരിച്ച് ഈ ഫോട്ടോ ആൾക്ക് കൊടുത്ത ആൾ പറഞ്ഞു, ഞാൻ ഇത് ഇറാഖിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചില അത്ര അനുഭവങ്ങളിലൂടെ അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ ഇത്തരം ചില കണക്ഷനുകളൊക്കെ ഈ മുരുകയുഗത്തിൽ വീണ്ടും ആരംഭിക്കും. 2, ഭാരതം ഒരു കാലത്ത് ഉണ്ടായിരുന്ന സൂപ്പർ പവർ എന്നുള്ള പൊസിഷനിലേക്ക് ഈ മുരുകത്തിൽ വീണ്ടും തിരിച്ചു വരും. നമുക്ക് അതിലേക്ക് വരാം. അപ്പം ഈ അർമേനിയയും ഓസ്ട്രേലിയ ഒക്കെ ഇതിനൊക്കെ വിസ പ്രോസസ്സൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ലേ? എനിക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉപവാസം കഴിച്ചിട്ട് ഇറങ്ങി നമ്മൾ വിസ അപേക്ഷ കൊടുത്ത് കിട്ടുന്നു. സാധാരണ നമ്മളൊരു നോർമൽ ട്രാവൽ ഏജൻസിന് ബന്ധപ്പെടണം, വിസയ്ക്കുള്ള അപേക്ഷ കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് അങ്ങയുടെ പഴയ കഥയും കൊണ്ടൊന്ന് കേട്ടിട്ട് വേണം. എനിക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം, അങ്ങയുടെ പശ്ചാത്തലം. അങ്ങ് എവിടെ ജനിച്ചത്? എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ചത് എൻ്റെ അമ്മയുടെ വീട് പാലക്കാടാണ്, നെന്മാറ എന്ന് പറയുന്ന സ്ഥലം. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ തറവാട് അച്ഛന് ഭാഗം കിട്ടിയ ശേഷം ഞാൻ അവിടേക്ക് അതെവിടെയായിരുന്നു? തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മലപ്പുറം തിരൂർ അല്ല, തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലം. അതൊരു ഗ്രാമമാണ്. തൃശ്ശൂർ എന്നൊരു ഷൊർണൂർ റോട്ടിൽ പോണ റോഡിൽ 7 കിലോമീറ്റർ ആണ് തിരൂർ എന്ന് പറഞ്ഞ സ്ഥലം. അച്ഛൻ KSEB ജീവനക്കാരനായി ലൈൻമാനായിട്ട് കയറി സബ് എഞ്ചിനീയർ വരെ. പിന്നെ അച്ഛൻ മരിച്ച് ആ ജോലി എനിക്ക് കിട്ടി. കാരണം കാരണം അച്ഛൻ മരിക്കുമ്പോൾ എനിക്കൊരു 19 വയസ്സേ പ്രായമുള്ളൂ. എത്ര? 19 വയസ്സ്.
അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള അപ്പൊ തന്നെ ജോലി കയറിയോ? അപ്പോൾ തന്നെ കയറി. വേറെ ഒന്നും നോക്കാൻ പറ്റില്ല, കാരണം അത്രയും അല്ല, അപ്പൊ പഠനം എന്ത് പഠിക്കുമായിരുന്നു? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്ന സമയമായിരുന്നു അത്. അപ്പൊ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയില്ല? അത് കഴിഞ്ഞ് ഞാൻ പ്രൈവറ്റ് ആയിരുന്നു പഠിച്ചു. കാരണം ഡിഗ്രി കഴിയാനുള്ള വെയിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് ഭയങ്കര അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നില്ല. സഹോദരങ്ങൾ ഒരു അനിയൻ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നു? ഇപ്പില്ല. ആളും ആ സമയത്ത് ആളും മരിച്ചു. അതെന്നാ? ആള് സൂയിസൈഡ് ചെയ്ത. അച്ഛനോ? അച്ഛൻ അസുഖമായിട്ട് മരിച്ചു. അസുഖമായിട്ട് മരിച്ചു. അത് ഇതൊരു 3-4 കൊല്ലത്തുള്ളിൽ നടന്നു. അത് അച്ഛൻ മരിച്ചിട്ട് 4 കൊല്ലം ആകുമ്പോഴേക്കും അനിയനും മരിച്ചു. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടം വല്ലാത്തൊരു ലെവലുള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അമ്മേനെ നോക്കുക, അമ്മേൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് വളരെ അന്ന് ഈ ആത്മീയ വഴികളൊന്നുമില്ല? ഒന്നുമില്ല. ഞാൻ സാധാരണ നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരു ക്ലബ്ബ്, അമ്പല കമ്മിറ്റി, അങ്ങനെയുള്ള ഒരു രീതിയിൽ നടക്കുക, ഫുട്ബോൾ കളിക്കും. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ആഗ്രഹം സിനിമ തിരക്കഥാകൃത്ത്. സിനിമയുടെ എങ്ങനെ താല്പര്യം ഉണ്ടായേ? അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേർന്നു. അത് കഥ എഴുതുമായിരുന്നു? എഴുത്ത് ഉണ്ട്. അതുകൊണ്ട് ഗുണമാണ് ഇപ്പോൾ ഞാൻ എഴുതിയ പുസ്തകം ഇത്രയധികം സിനിമയ്ക്കൊന്നും ചെയ്തില്ല? സിനിമയ്ക്ക് ശ്രമിച്ചു ഒരുപാട്. അതായത് ശ്രമിക്കാൻ പ്രോപ്പറായിട്ടൊന്നും ശ്രമിച്ചു. അതായത് ആദ്യം നമ്മൾ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ എല്ലാ ബുധനാഴ്ചകളിൽ ഒരു സ്ക്രീനിങ് നടക്കും, ലോക സിനിമയുടെ. അത് പോയി കാണും. അത് കഴിഞ്ഞ് IFFK തിരുവനന്തപുരത്ത് ആരംഭിച്ചപ്പോൾ ഞാൻ 7 ദിവസം ലീവ് എടുത്ത് ഇവിടെ വന്ന് ലോഡ്ജിൽ താമസിച്ച് കാലത്തൊട്ട് വൈകുന്നേരം വരെ സിനിമ കണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് ലെവലായിട്ട് കഥകളൊക്കെ ആയിട്ട് ഇറങ്ങി. പക്ഷെ സിനിമയിലൊന്നും ഒന്നും തിരക്കഥയൊന്നും എഴുതിയില്ല? എഴുതിയിട്ട് അതിനോട് ശ്രമങ്ങളായിരുന്നു ഈ സമയങ്ങളിലൊക്കെ. ക്ലിക്കായില്ല. KSEBിയിലെ ജോലിയും കല്യാണം അതിനിടയിൽ കല്യാണം കഴിഞ്ഞു. പിള്ളേർ എത്ര ഉണ്ട്? 2 പേര്, 2 കുട്ടികൾ പഠിക്കുന്നു. ഒരാൾ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്നു. പിന്നെ ആത്മീയ വഴിയിലേക്ക് വന്ന സാഹചര്യം എങ്ങനെയാണ്? ഒരു എന്റെ പിന്നെയും മനസ്സിലാകാത്ത, ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മളൊരു നമ്മുടേതായ ഒരു സ്പിരിച്വൽ പശ്ചാത്തലം, ഞാൻ പറഞ്ഞ വലിയൊരു ഗുരു അല്ലെങ്കിലും നമ്മളിപ്പം ഇപ്പം അയ്യപ്പനോടുള്ള പ്രത്യേക വാത്സല്യം. ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ IPS കാരൻ ശ്രീജിത്ത് ഉണ്ടല്ലോ, ADGP, അദ്ദേഹം മൂകാംബിക ഭക്തനാണ്. അദ്ദേഹം എന്നാ തിരക്കാണെങ്കിലും മാസത്തിൽ ഒരു തവണ അവിടെ പോവുകയും 2 ദിവസം താമസിക്കുകയും ചെയ്യും. അത്ര ഒരു പശ്ചാത്തലം ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു ഹൈ സ്പിരിറ്റ് ഒന്നിനോടും എന്ന വിശ്വാസിയാണ്. സാധാരണ ഒരു വിശ്വാസി, നമ്മളൊക്കെ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു ചെറുപ്പക്കാരൻ. ഗുരുവായൂരപ്പനോട് പോലും പ്രത്യേക സ്നേഹം തോന്നില്ല. മെയിനായിട്ട് ഈ അമ്പല കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുക, മറ്റേ ക്ലബ്ബിൽ വർക്ക് ചെയ്യുക. ക്ലബ്ബിൽ കുറെ നമ്മുടെ ക്ലബ്ബ് ഉണ്ട് അവിടെ, അതിൽ കൂടെ കൂട്ടുകാരുടെ കൂടെ. പിന്നെ എങ്ങനെയാണ് ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന് വഴി തിരിച്ചു വിടുക എന്ന് പലരും പറഞ്ഞതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഞാൻ. ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് ഉണ്ടായൊരു സംഭവം. ഒരു ദിവസം ഒരു സ്വപ്നം വരാണ് എൻ്റെ 28ാമത്തെ വയസ്സിൽ. ആ സ്വപ്നത്തിൽ ഒരു വെളിച്ചം ഒന്ന് പറയണേ, ഞാൻ മുരുകനാണ്. 28ാമത്തെ വയസ്സിൽ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വിവാഹിതനാണോ? അന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം. അപ്പോൾ ഞാൻ മുരുകനാണ്, 30 വയസ്സിന് ശേഷം നീ എൻ്റെ സംരക്ഷണയിലായിരിക്കും. അതാണ് സ്വപ്നം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിറ്റേ ദിവസം ഇത് നല്ല ഓർമ്മയിൽ നിന്നു. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഓർമ്മയിൽ നിന്നു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണം വെച്ചാൽ 30 വയസ്സിലൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. 30 വയസ്സിന് ശേഷം, അന്ന് 28 വയസ്സുള്ളൂ, 2 കൊല്ലമുണ്ട്. അപ്പോൾ 30ാമത്തെ വയസ്സിൽ എന്ത് നടക്കും, അതാണ് എൻ്റെ ചെയ്ത. അപ്പോൾ വെറും സ്വപ്നം ഓർത്ത് മറന്നില്ല. പിന്നെ ഞാൻ എൻ്റെ അതിന് മറക്കാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ സിനിമ മോഹ. സിനിമയിൽ എങ്ങനെയെങ്കിലും നടക്കണം. അപ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം വരുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ആവും എന്നുള്ളതില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവനോട് പറഞ്ഞു നമുക്ക് പഴനി, നമുക്ക് അറിയാവുന്ന സ്ഥലം മുരുകന്റെ സ്ഥലം പഴനിയാണ്, പഴനിയിൽ തൊഴുതിട്ട് വരാതൊരു. മുരുക ഭഗവാന്റെ സ്വപ്നം കണ്ടതുകൊണ്ട് പഴനി പോയിട്ടില്ല. ഇല്ല. അപ്പൊ ഞങ്ങള് പോയി അവിടെ വരിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇവനോട് പറയണത്, ഇതുകൊണ്ടാടാ ഞങ്ങള് വരാങ്ങനെ. അപ്പൊ അവൻ പറഞ്ഞു, നീ ഇപ്പൊ വലിയ ആളാവോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഗൗരവമില്ല. പക്ഷെ 30ാമത്തെ വയസ്സിൽ അതെൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. 30ാമത്തെ അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റാ. 28ാമത്തെ വയസ്സിൽ കല്യാണത്തിനില്ല, 30ാമത്തെ വയസ്സിലാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പോൾ 30ാമത്തെ വയസ്സിൽ ഒരു ദിവസം രാത്രി 9:30 അമ്മയും ഞാനും ഉള്ളൂ. അമ്മ ഉറങ്ങി, ഞാനും കടന്നു. പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാൻ കടന്നോളൂ. പെട്ടെന്ന് ബോഡി സെമി പാരലൈസായി. കയ്യിൽ ഞാൻ അനക്കാൻ പറ്റില്ല, കണ്ണ് തുറക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഫാൻ തിരിയണമെന്നൊക്കെ അറിയാം. ഒരു കുട്ടി എൻ്റെ അടുത്ത്, എത്ര മണിയായി കാണും, ഒരു 9:30, 9:45 ആ ടൈം. കുട്ടി എൻ്റെ അടുത്ത് നിന്ന് നിൽക്കണ പോലെ ഫീൽ ചെയ്ത് എന്നോട് വിളിക്കുന്നു. കടന്നു. അത് ലൈറ്റ് ഓഫ് ചെയ്ത് ഫാൻ ഇട്ട് കിടക്കയിൽ കടന്നു. അത് പെട്ടെന്ന് സെമി പാരലൈസായി. കയ്യും കാലം അനക്കാൻ പറ്റണില്ല, കണ്ണ് തുറക്കാൻ പറ്റണില്ല. അപ്പോൾ പെട്ടെന്നൊരു കുട്ടി എൻ്റെ അടുത്തുണ്ട്. ആ കുട്ടി എൻ്റെ ചെവിട്ടിൽ എൻ്റെ പേര് വിളിക്കുന്നുണ്ട്. ഒരു മന്ത്രം ഞാൻ പറയാം, അത് തിരിച്ച് പറയണമെന്ന് പറയുന്നുണ്ട്. ഞാൻ നാവുകൊണ്ട് പറയണത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ മന്ത്രം എനിക്ക് ഓർമ്മയില്ല, ഇന്നും ഓർമ്മയില്ല. അതൊരു 3 വട്ടം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അങ്ങനെ പോണ കഴിഞ്ഞു. ഒരു 5 മിനിറ്റ്. കുട്ടിയുടെ രൂപം എനിക്കൊന്നും അറിയില്ല, കണ്ണ് തുറക്കാൻ പറ്റണില്ല, ബോഡി അനങ്ങണില്ല. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കണ്ണ് തുറന്നിട്ട് ഞാൻ എണീറ്റിരുന്നു, അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം കാലത്താണ് ഇങ്ങനൊരു സംഭവം നടന്നല്ലോ
30ാമത്തെ വയസ്സിൽ പറഞ്ഞ പോലെ എന്നുള്ളൊരു തോന്നല്. അല്ല, എന്നെ ഒന്നും പറഞ്ഞില്ല കുട്ടി വന്നിട്ട്. ഒരു മന്ത്രം മന്ത്രം മാത്രം അപ്പൊ പറഞ്ഞു. ആ മന്ത്രം ഇപ്പൊ ഇന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനത് റിപ്പീറ്റ് ചെയ്യണ കാര്യം എനിക്ക് നാമോണ്ട് റിപ്പീറ്റ് ചെയ്യണത് ഓർമ്മയുണ്ട്, മന്ത്രം ഓർമ്മയില്ല. അത് കഴിഞ്ഞ് 30 വയസ്സ് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലോ എന്ന് വിചാരിക്കുന്നത്. പിന്നെ അത് സാധാരണ ലൈഫിൽ പോയി കല്യാണം കഴിഞ്ഞു, ജോലി, പ്രാരാബ്ദം, ബുദ്ധിമുട്ടുകൾ, കല്യാണത്തിന് ലോൺ എടുത്തതിന്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ആ ലെവലിൽ കൂടെ പോകുന്ന സമയത്താണ് അടുത്തൊരു സംഭവം ഉണ്ടാവുന്നത്. അത് കല്യാണം കഴിച്ചു അപ്പോഴത്തേക്ക്. അപ്പൊ കല്യാണം കഴിഞ്ഞു. അത് എൻ്റെ 33ാമത്തെ വയസ്സിലാണ്. അത് ഒരു പഴനിമല കാണിച്ചു തരുന്നു, അവിടെ ഒരു ഗുഹ കാണിച്ചു തരുന്നു. സ്വപ്നത്തില്, ആ സ്വപ്നത്തില് രാത്രിയില് അന്ന് വൈഫൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. കടന്ന ബാക്ക് കൂടെ ഞാൻ പഴനിമലയിൽ ഞാൻ പോയി തൊഴണു. തൊഴണ സമയത്ത് എല്ലാവരോടും പുറത്തിറങ്ങാൻ നിൽക്കണു, അമ്പലം അടയ്ക്കണു. സ്വപ്നം കാണുന്നത് അങ്ങനെ. സ്വപ്നം കാണുന്നത് എല്ലാവരും പുറത്ത് പോകാൻ, എല്ലാവരും പുറത്ത് പോകും. അപ്പൊ ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് വഴി കാണില്ലേ, പുറത്തേക്ക് താഴത്തേക്ക് ഇറങ്ങാം. നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ എത്തുമ്പോൾ ഒരു ലേഡീസ് ബാത്റൂമിന്റെ സൈഡിൽ കൂടെ ഒരു വഴി കാണുന്നു. ആ വഴി കൂടെ ഇറങ്ങി പോയിട്ട് ഒരു ഗുഹയുടെ അവിടെ എത്തുന്നു. അപ്പൊ ആരോ പറയണു, ബോഗർചന്ദ്ര വെച്ച 2ാമത്തെ വിഗ്രഹം എവിടെയാണ് ഇരിക്കുന്നത്. ഇതാണ് സ്വപ്നം. ഞാനിത് വീണ്ടും എനിക്ക് കൺഫ്യൂഷനായി. ഇത് വ്യക്തമായി എനിക്ക് ഓർമ്മയുണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ലെവലിൽ. ആ സമയത്ത് പണി തെളിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കൃത്യ ഓർമ്മയുണ്ട്. 2 ദിവസം ഞാനിങ്ങനെ ആലോചിച്ച് നിന്നു എന്ത് ചെയ്യണം, പണി പോണോ പോണ്ടേന്ന് വെച്ചിട്ട്. ആ സമയത്ത് നമ്മൾ പണിക്ക് ആദ്യത്തെ വട്ടം പോയ വൈഫിനോട് പറഞ്ഞില്ല, ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു. അന്ന് ആദ്യം വന്ന കൂട്ടുകാരനോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനുശേഷം ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. 28 വയസ്സ് കഴിഞ്ഞപ്പോൾ അന്ന് സംഭവത്തിന് ശേഷം ഇടയ്ക്ക് പോയി തൊഴുതു വരും. എന്നും പോയി തൊഴിൽ നമ്മുടെ സിനിമക്കാരും പ്രവർത്തിക്കുക വരും. അപ്പൊ ഒരു കാളെ കൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, മഹാലിംഗം എന്ന് പറഞ്ഞിട്ട്. പിന്നെ പോയോ? പിന്നെ പലവട്ടം പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ പോയപ്പോ അപ്പൊ ഒരു മഹാലിംഗം. അപ്പൊ ഈ 2ാമത് കണ്ട് പോണോ പോണ്ടേന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്ത് ഈ മഹാലിംഗം എന്ന് പറഞ്ഞ ആള് ഞാൻ പലപ്പോഴും പഴനി പോയപ്പോൾ പരിചയപ്പെട്ട് ഞങ്ങളെ തൊഴാൻ സഹായിക്കുന്ന ആൾ എന്നെ വിളിക്കുകയാണ്. എൻ്റെ കല്യാണമാണ്, വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് പോണ്ടേന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് വിളി വന്നപ്പോ എന്തായാലും ഒന്ന് പോവാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഞാൻ തൊഴാൻ നിൽക്കുകയാണ്. രാത്രിയിലെ കല്യാണം. അവിടെ തൊഴാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ട പോലെ അമ്പലം അടച്ചു തുടങ്ങി, എല്ലാവരും പുറത്ത് പോകുന്നു. അപ്പൊ ഇത് ഞാൻ എന്താ കണ്ടേ, അതവിടെ സംഭവിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു, ശരിക്കും പഴനിയിൽ കാലത്ത് തുറന്നു കഴിഞ്ഞാൽ രാത്രി നട അടയ്ക്കുള്ളൂ, എന്താ ഇപ്പം നട അടയ്ക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ആള് പറഞ്ഞത് സൂര്യസംഹാരമാണ്, ഇപ്പം അടയ്ക്കും, പിന്നെ രാത്രി 10 മണിക്ക് ശേഷം വീണ്ടും തുറക്കുന്നു. അപ്പോൾ ഇതുവരെ കണ്ടത് ശരിയാണ്. അപ്പോൾ ബാക്കിയുള്ളത് ശരിയാണോ എന്ന് അറിയാൻ ബാക്ക് സൈഡിൽ പോയി നോക്കി ഞാൻ കണ്ട വഴിയുണ്ട്. നോക്കുമ്പോൾ ഒരു വഴിയുണ്ട്. അപ്പോൾ ഞാൻ ആ വഴിക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഒരാൾ തടുത്തു. ആ വഴിക്ക് പോയില്ല, ആരും കടത്തി വിടില്ല. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടുവരികയാണ് ഭഗവാന്റെ, കടത്തി വിടണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു പൊക്കോന്ന് പറഞ്ഞു. താഴത്തെ എത്തിയപ്പോൾ സെക്യൂരിറ്റിക്കാരുണ്ട്. സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ടുവരികയാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എന്തായാലും വിടില്ല, ഇത് പബ്ലിക് അലൗഡ് അല്ല, പിന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്, നിങ്ങൾ ഈ വഴിക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ വല്ല വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയുടെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്വം പറയണം, എന്തായാലും പോകാൻ പറ്റില്ല. ഞാനപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു പറ്റില്ലെങ്കിൽ വേണം ഞാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ ബാക്കിടത്ത് ആൾ വിളിച്ചു പൊക്കോളാൻ പറഞ്ഞു. ഞാനിപ്പോൾ താഴത്തെത്തിയിട്ട് ഗുഹയൊന്നും കണ്ടില്ല. വീണ്ടും തിരിച്ച് എന്താ കൺഫ്യൂഷനായി. വന്ന് നോക്കുമ്പം ഒരു മ്യൂസിയം കണ്ടു, പഴനി ദേവസ്വത്തിന് മ്യൂസിയം. അപ്പോൾ എനിക്ക് ഈ ഭോഗനാഥ സിദ്ധരുടെ അതൊന്നും അറിയില്ല. അപ്പോൾ അവിടെ പോയിട്ട് ചോദിക്കാൻ വെച്ചാൽ അവിടെ പോയി ചോദിച്ചു. ആളാ ഭോഗനാഥ സിദ്ധരുടെ കഥകൾ പറഞ്ഞു തന്നെ എനിക്ക്. സിദ്ധന്റെ ഈ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ കഥകളുണ്ട്, ആ ഒരു ഐതിഹ്യം ഉണ്ട് അവിടെ. അപ്പോൾ ആള് പറഞ്ഞ ഇങ്ങനെ ഒരു വിഗ്രഹമുണ്ട്, അത് 2ാമതൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ആളോ വരും കണ്ടുപിടിക്കുക, അത് നിങ്ങളാവാം ഞാനാവാം, ആ രീതിയിൽ പറഞ്ഞു. വിഗ്രഹം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ട്. എവിടെയാണ് ആർക്കറിയില്ല. അപ്പൊ എനിക്ക് വീണ്ടും ഇതല്ലേ ഞാൻ പറഞ്ഞു വന്നിരിക്കുക. വീണ്ടും മോളിൽ ചെന്നപ്പോൾ അവിടുത്തെ കമ്മീഷണറോട് അതങ്ങനെ നടന്നു. മെയിൻ ഏറ്റവും ടോപ്പ് ഓഫീസറോട് ഞാൻ പോയി പറഞ്ഞു, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടാ പറഞ്ഞേ ഇന്ന സ്ഥലത്ത് വിഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. ആ മലയുടെ വേറെ സൈഡ് ബാക്ക് സൈഡിൽ ഒരു ഗുഹയുണ്ട്. അവിടേക്ക് വഴിയൊന്നുമില്ല ഇപ്പൊ? മുമ്പ് വഴിയുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അപ്പോ ഇവരോട് ചെന്ന് പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഒരു മലയാളി തമിഴ്നാട്ടിൽ വന്നിട്ട് ചെറുപ്പം ചെക്കൻ വന്നിട്ട് ഇങ്ങനെ സ്ഥലം ഓടിപ്പിച്ച് വിടുകയാണ് ചെയ്യുക, സാധാരണ ചെയ്യേണ്ടത്. പക്ഷെ ആളത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് ഭയങ്കര തിരക്കിലാണ് ഇപ്പൊ പ്രോഗ്രാം കാരണം, ഞാൻ റൂം തരാം, നാളെ കാലത്ത് എനിക്ക് ആ സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അന്ന് അവരെനിക്ക് ദേവസ്വം ബോർഡ് റൂം തന്നു. പിറ്റേ ദിവസം ഞാൻ പോയിട്ട് ആ സ്ഥലം കാണിച്ചു കൊടുത്തു. ആ വഴിക്ക് അവര് വന്നു, കമ്മീഷണർ വഴിയെ പോയി അവിടെ ഗുഹ കണ്ടു. അപ്പൊ ആള് പറഞ്ഞു നിങ്ങള് പൊക്കോ, ഞാൻ നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു. ഗുഹ കണ്ടിട്ടുണ്ട്, ഈ സംഭവം അറിയില്ല. പക്ഷെ അത് വിഗ്രഹം, അതേപോലത്തെ വിഗ്രഹം വേറെ. എന്തുകൊണ്ട് ആൾ ഇത്ര സ്വീകരിച്ചെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല. പിന്നെയാണ് അറിഞ്ഞത് നമ്മുടെ പരപ്പനങ്ങാട് ഉണ്ണീഷ്ണ പണിക്കരുണ്ടല്ലോ,
അദ്ദേഹം ജയലളിതയുടെ പണിക്കരായിരുന്നു, അന്ന് ആള് ഭയങ്കര ടോപ്പിൽ. അദ്ദേഹം അവിടെ അന്നൊരു പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ വലിയൊരു വാർത്ത കേൾക്കും, നിങ്ങൾ അതിനു വേണ്ടി വ്രതം ഇരിക്കുകയെന്ന് പറഞ്ഞു. ആ ഒരു മാസത്തിനുള്ളിലാണ് ഞാനിത് ചെന്ന് പറയണത്. അതുകൊണ്ടാണ് അവരത് സ്വീകരിച്ചത്. പിന്നെ ആളെന്നെ ഇവിടെ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണപണിക്കരുടെ അടുത്ത് കൊണ്ടുപോയി ദേവസ്വം കാറിൽ വന്നു. കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വ്രതം ഇരുന്നു. 21 ദിവസം വ്രതം ഇരിക്കാൻ പറഞ്ഞു എന്നോട്. 18 ദിവസമായപ്പോൾ ഭഗവാന്റെ ഡയറക്ഷനിൽ പറഞ്ഞു, നീ ഇപ്പോൾ തിരിച്ചു പോവുക, നിനക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്, അത് ഞാൻ പറയുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ അത് ഇവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെയാണ് ഡയറക്ഷൻ, ഞാൻ പൊക്കോട്ടെ ചോദിച്ചു. അപ്പോൾ കമ്മീഷണർ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അവിടെ അന്ന് സൺ ടി വിയുടെ ഇത് രഹസ്യമായിട്ടാണ് എന്നെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്, ആരോട് പുറത്ത് പറയേണ്ടത്. ഞാൻ ആരോട് പറയാണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇതെങ്ങനെ സൺ എവിടെയായിരുന്നു? പഴനി ദേവസ്വം അവർ എനിക്ക് 21 ദിവസം റൂം തന്നു. ആ റൂമിൽ നമ്മൾ ഇരിക്കുന്നത്? അല്ല, കാലത്ത് റൂമിൽ രാത്രി പോകും, കാലത്ത് അമ്പലത്തിൽ പോകും. അമ്പലത്തിലിരിക്കും, കാലത്തോട്ട് വൈകുന്നേരം വരെ ഇരിക്കും. അവരോട് അവിടുത്തെ സ്റ്റാഫ്, അതാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഞാൻ അവിടെ ഇരിക്കണം. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളോട്, കമ്മീഷണർ അവിടുത്തെ ടോപ്പാണല്ലോ, ഓഫീസറാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇദ്ദേഹം എപ്പോഴാണ് വരും, തൊഴും, തിരിച്ചു പോകും, ആളെ തടയരുത് എന്താ പറഞ്ഞിട്ടുള്ളത്. വേറൊരു കാരണം പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെയോ സൺ ടി വിയുടെ ലേഖൻ അറിഞ്ഞിട്ട് അദ്ദേഹം ADMK ഭരിക്കണ സമയമാണ്, ജയലളിത ഭരിക്കുന്ന സമയം, അദ്ദേഹം ഇതൊക്കെ അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ ഇന്നാണെങ്കിൽ സ്ക്രോൾ വന്നതിനെ പഴനിയിൽ വിഗ്രഹം മാറ്റാൻ ഒരാളെ കൊണ്ടിരുത്തിയത്. അപ്പൊ അപ്പൊ ആൾക്കൊരു ചെറിയൊരു സംശയം. അപ്പൊ എന്നോട് പറഞ്ഞു, പൊക്കോളോ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്ന ശേഷം എൻ്റെ ഒരു യാത്ര ഒരുപാട് സ്ഥലത്തേക്ക്, ഭോഗനാഥ സിദ്ധർ ആ കാലത്ത് ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചോ ആ വഴിയിലൊക്കെ ഭഗവാനെ കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ മനസ്സിലായി കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ എങ്ങനെ കൊണ്ടുപോയി? അതായത് ഒരു സ്വപ്നം വരും, ഒരു സ്വപ്നം വന്നിട്ട് ഇന്ന ഒരു മല കാണിച്ചു തരും. ഈ മലയിൽ ഭോഗനാഥ സിദ്ധർ തപസ് ചെയ്ത സ്ഥലമാണ്. മുരുകുവാൻ ഇവിടെ ഈ മലയിലെത്തിയിട്ട് മുരുകുവാനെ പ്രാർത്ഥിക്കണം. ഏതാ സ്ഥലം എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കിട്ടും. ആ സമയത്ത് ഒരു സെന്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളെ എനിക്ക് കൂട്ടുകിട്ടി. ഒരു 10-12 കൊല്ലം സെന്തിലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത്, പഴനിയിൽ അടിവാരത്തിലുള്ള ഒരാളായിരുന്നു. അപ്പം ഞാൻ സെന്തിലിനെ വിളിച്ച് പറയും, സെന്തിൽ ഇങ്ങനെ സ്വപ്നം വന്നിട്ടുണ്ട്, എന്താ ചെയ്യാൻ നോക്കാം നമുക്ക് എന്ന് പറയും. ഒരാഴ്ച ആകുമ്പോഴേക്കും സെന്തിലൊരു കടയുണ്ട് അവിടെ. ആ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വരുന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു മലയെ കുറിച്ച് അവർ പറയും. അപ്പോൾ സെന്തിൽ എന്നെ വിളിക്കും, പറഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞു. പറയുമ്പോൾ കറക്റ്റ് ഈ അടയാളങ്ങളുടെ മലയാവും. അത് തമിഴ്നാടിൻ്റെ ഏതെങ്കിലും ഉൾപ്രദേശത്തുള്ളാവും. ഞാനും സെന്തിലും കൂടി ബസ് കയറി അങ്ങോട്ട് ചെല്ലും. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ ഇത് പ്രാർത്ഥിക്കും, തിരിച്ചു വരും. ഇതിങ്ങനെ അവിടെ കാവ വല്ലതും ഉണ്ടാവോ? എന്റെ സ്വപ്നത്തിൽ കണ്ട പോലെ ഒരു അമ്പലം ഉണ്ടാവും, ഭോഗനാഥ സിദ്ധരെ കുറിച്ചുള്ള ഒരു കഥ ഉണ്ടാവും. അവിടെ നാട്ടുകാർക്ക് അറിയാം, അതവിടെ ലോക്കൽ ആൾക്കാർക്ക് അറിയാം, എനിക്കറിയില്ല. ഞാൻ തമിഴ്നാടിന്റെ ഏതെങ്കിലും ഉൾഭാഗത്താവും, കാടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ. അത് അവിടെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എന്താണ് സ്വപ്നത്തിൽ കണ്ട ആ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, തിരിച്ചു വരും. ഇതിങ്ങനെ ഒരുപാട് വർഷം, ഒരു 2013 വരെ ഇങ്ങനെ യാത്ര ചെയ്തിരുന്നു. ഓരോ സ്ഥലത്തുണ്ടാവുന്ന അനുഭവങ്ങളും അത്ഭുതങ്ങളായ കാര്യങ്ങളൊക്കെ ശരിക്കും പറയാൻ നമ്മളെ ഞെട്ടിക്കണ സംഭവങ്ങളായിരുന്നു. അല്ല, 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു ദിവസം ഒരു സ്വപ്നം വരികയാണ്, നിങ്ങൾ ശിവരാത്രി ദിവസം രാമേശ്വരത്ത് പോവുക. രാമേശ്വരത്ത് പോയി കഴിഞ്ഞാൽ അഗ്നിയായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമുണ്ട്. അവിടെ രാത്രി ചെന്നിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കണം. അത് മനുഷ്യൻ ദൈവത്തിൽ എത്തിച്ചേരുന്ന സ്ഥലമാണ്, അവിടെ പ്രാർത്ഥിക്കണം. ഞാനിതേപോലെ പഴനിയിലെത്തി സെന്തിലിനോട് പറഞ്ഞു, ഒരു കാർ എടുത്ത് ഞങ്ങൾ രാത്രി 10 മണിയോടുകൂടി, സെന്തിൽ എല്ലാം കൂടെ വരും, എല്ലാത്തിനും ചെയ്യാം. ഒരു 12 കൊല്ലം എൻ്റെ വലം കൈയായിരുന്നു. അവിടെ എത്തും. അവിടെ എത്തി ഞങ്ങൾ രാമേശ്വരത്ത് എത്തി. അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ഞങ്ങൾ ഇതിന് സംസാരിക്കുക, സ്ഥലം അറിയണില്ല. അപ്പോൾ ഹോട്ടലുകാരോട് ചോദിച്ചു, അഗ്നിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലം എവിടെയാണ്? അവർ പറഞ്ഞു, അപ്പുറത്തെ രാമേശ്വരത്ത് അപ്പുറത്തെ കടലിന് അഗ്നി തീർത്തെന്നാണ് പറയുക. അതല്ല, അല്ലാത്തൊരു സംഭവമുണ്ട്. അങ്ങനെ കുറേ ഡിസ്കസ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ശ്മശാനാവോ, കാരണം ശിവഭഗവാനെ ശ്മശാന ദേവത എന്ന് പറയും. ശ്മശാനം ഉണ്ടോ അവിടെ ചോദിച്ചു. ഈ കടലിൽ നിന്ന് പോയി 1 കിലോമീറ്റർ പോയ ശ്മശാനം ഉണ്ട്. അപ്പോൾ ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് രാത്രി പോയി അമ്പലത്തിൻ്റെ അവിടെ എത്തി. 12 മണിയാവാറായി. അവിടുന്ന് 1 കിലോമീറ്റർ നടക്കണം, ഫുൾ ഇരുട്ടാ. ശ്മശാനത്തിൻ്റെ ഗേറ്റിൽ പോയി നിന്നു. അവിടെ ആരും കാണാനില്ല. തിരിച്ചു വരാൻ നോക്കുമ്പോൾ അവിടെ ഒരു അഗ്നി തീ കത്തിക്കുന്നു. അപ്പോൾ അവിടെ ആരും ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു അഘോരി സിദ്ധർ ഇരിക്കുക. ആവോ എന്ന് പറഞ്ഞു വിളിച്ചാൽ, ഈ അഘോരി സിദ്ധർ എന്ന് പറയുന്നത് കാശിയിലെ കൂടുതൽ കാണാം. മനസ്സിലായി. ആള് ഇരിക്കുന്നുണ്ട്, മറ്റേ ഭസ്മൊക്കെ വെച്ചിട്ടൊരു പ്രത്യേക ഇതിൽ വന്നിരിക്കാൻ പറയും. എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയില്ല, സെന്തിലിന് അറിയില്ല. അപ്പോൾ വേറെ ആളുണ്ട്, ആളായിട്ട് സംസാരിച്ചു. സ്ഥലം എവിടെയായിട്ടത്? രാമേശ്വരം. രാമേശ്വരം. അപ്പോൾ ഒരു ശ്മശാനത്തിൻ്റെ ഉള്ളിൽ
അപ്പോൾ സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു അവിടെ വരേണ്ട കാര്യമില്ലോ, അവർ അഗോരികൾ വരേണ്ട ആവശ്യമില്ല. അല്ല എനിക്കും അറിയില്ലല്ലോ, എന്നോട് പറയുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഒരു കാര്യത്തിലാണ് വന്നത്, എൻ്റെ അടുത്തിരിക്കെ നമുക്ക് പൂജ ചെയ്യാന്ന് പറഞ്ഞ് എൻ്റെ അടുത്തിരുത്തി ആൾ തലയോട്ടിയൊക്കെ വെച്ചിട്ട് അവരുടെ പൂജ, തലയോട്ടിയൊക്കെ വെച്ചിട്ട് പ്രത്യേക പൂജ 1 മണിക്കൂറോളം എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഇനി പൊക്കോന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് പോയി. അടുത്ത ദിവസം കാലത്ത് അമ്പലത്തിൽ പോയി തൊഴുത് ഇവിടെ വന്നപ്പോൾ അവിടെ ആരുമില്ല. മറ്റേ സാധാരണ ആൾക്കാരുണ്ട്, ശ്മശാനം നടക്കുന്നതൊക്കെ ഉണ്ട്, ഇവിടെ ആരുമില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ പഴനിയിലെത്തി. പഴനിമല കയറുമ്പോൾ എൻ്റെ ഉള്ളിൽ ശ്മശാനത്തിന് മണം ഭയങ്കരമായിട്ട് എനിക്ക് വരുന്നുണ്ട്. ഞാനത് പറയാണ്ടിരിക്കുക. അപ്പോഴാണ് എന്നോട് ഒപ്പം വന്ന കൂട്ടുകാരൻ ചോദിക്കണത് ശ്മശാനത്തിന് മണം വരുന്നുണ്ടോന്ന്. അപ്പോൾ ഊവെന്ന് പറയുമ്പോൾ നാവിൽ തരി വന്ന് വീണു ഭസ്മം. അത് ഭഗവാൻ തന്നെയാണ് അയച്ചതെന്നുള്ളതാ. ഇതെങ്ങനെ ഇത്ര കറക്റ്റായിട്ട് നടന്നതെന്നുള്ളത്, അതേപോലത്തെ അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത്. എന്നോട് രഞ്ജിത്ത് പറഞ്ഞത് നിങ്ങൾ ശ്രീലങ്ക അതെന്താ? ശ്രീലങ്കയിൽ 2007 പോണേ. അവിടെ ശ്രീലങ്കയിൽ കതിർഗാമ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് കൊളംബോന്നൊരു 2007 2007. അപ്പൊ ഇതിനൊക്കെ മുമ്പാ? 2010. ഇത് ഈ സംഭവത്തിന് മുമ്പാണ്. അത് 2007 ശ്രീലങ്കയിൽ കൊളംബോന്ന് ഒരു 6 മണിക്കൂർ യാത്രയുണ്ട്. ഈ പറഞ്ഞ കതിർഗാമ. ഈ കതിർഗാമ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭോഗർനാഥർ സിദ്ധർ വെച്ചിട്ടുള്ള മുരുകയന്ത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ചൈനയിലേക്കൊക്കെ പോയ പോലെ ലോകത്തിൽ പല സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു യന്ത്രമാണ് വെച്ചത്. ഈ യന്ത്രം നമുക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും ഒരു തിരശ്ശീല മൂടിയിട്ട് കൊല്ലത്തിൽ ഒരിക്കലും എടുക്കുള്ളൂ, പുറത്തേക്ക് എടുക്കുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് വലം വയ്ക്കും. അപ്പോൾ ഈ സ്ഥലത്തേക്ക് അവിടെയാണ് ഗുരു ബാബാജി ഭോഗർനാഥ സിദ്ധരുടെ ശിഷ്യനായ സ്ഥലം. ഇവിടേക്ക് ചെന്ന് പ്രാർത്ഥിക്കണം. അവിടെ ഒരു സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട്, അടയാളം വെച്ചിട്ട്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഒരു വിദേശയാത്ര ശ്രീലങ്കയിലേക്കായിരുന്നു. അന്ന് LTTക്കാരുടെ ഭയങ്കര പ്രശ്നങ്ങളുള്ള സമയമാണ്. അപ്പോൾ ഞാനും രഞ്ജിത്തും കൂടി പോണേ. കൊളംബോയിൽ എത്തുമ്പോൾ തന്നെ അന്തരീക്ഷം ഭയങ്കര മാറില്ല. കാരണം അതിന് തൊട്ട് മുമ്പാണ് LTTക്കാരെ കൊളംബോ എയർപോർട്ട് ആക്രമിച്ചത്. ഫുൾ ചെക്കിങ്ങും ലെവലായിട്ട് നമ്മൾ ഓരോ പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം, പാലം നടക്കണം, പരിശോധിക്കും. എപ്പോഴും പരിശോധിക്കും. പാലത്തിൻ്റെ അവിടെ എത്തിയ ഉറപ്പായിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കണം. വണ്ടി പോകണം, നമ്മൾ പുറത്തിറങ്ങി നടക്കണം. പക്ഷെ കൊളംബോ നഗരം വിടുമ്പോൾ കുറച്ച് വന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തണത്. അപ്പം മെയിൻ അമ്പലത്തിൽ പോയി തൊഴുതു, പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ സ്ഥലം അതല്ല. ഈ അടയാളം ചോദിച്ചിട്ട് ഒരു രക്ഷയില്ല. എല്ലാവരോടും ചോദിച്ച് രഞ്ജിത്താണ് ട്രാൻസ്ലേറ്റർ. അപ്പോൾ അവസാനമാണ് ഒരാൾ ഈ അടയാളം പറഞ്ഞു തന്നത്. ഞങ്ങൾ എന്നിട്ട് അവിടെ ചെന്ന് കണ്ടുപിടിച്ചത് ഒരു ഗുഹ. അവിടെ കറക്റ്റ് അത് ഈ അമ്പലമായിട്ട് കണക്ട് ചെയ്യണ സ്ഥലമാണ്. അവിടുത്തെ ആൾക്കാരോട് ചോദിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാധനം അവസാനം അന്വേഷിച്ച് പോയി ഒരു കാടിൻ്റെ ഉള്ളിൽ പോയി കണ്ടെത്തി പ്രാർത്ഥിച്ചു. അതൊരു വല്ലാത്തൊരു യാത്രയായിരുന്നു ഞാൻ രഞ്ജിത്തും കൂടി. ഇത്തരം എത്ര യാത്രകൾ നടത്തിയിട്ടുണ്ടാവും ഏകദേശം? ഒരുപാട്. തമിഴ്നാടിനുള്ള ഉള്ളിൽ ഇപ്പോൾ നമ്മളൊരു തിരുച്ചെന്തൂർ അമ്പലത്തിലുള്ള ഒരു അനുഭവം കൂടി ഞാൻ പറയാം. അത് 2006 ഭഗവാന്റെ ഒരു ഡയറക്ഷൻ വരികയാണ്. കടലിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം. ഈ അമ്പലത്തിൽ പോയിട്ട് രാത്രി താമസിക്കണം. ഇതേ സ്ഥലം തിരുച്ചെന്തൂര്. അപ്പോൾ പക്ഷേ അവിടെ സംശയം എന്ന് വെച്ചാൽ ഒരു അമ്പലത്തിൽ രാത്രി താമസിക്കാൻ പറ്റില്ലല്ലോ. അതാണ് എൻ്റെ ചോദ്യം. ഇതേപോലെ നമ്മൾ 2 കൂട്ടുകാരായിട്ട് പോണു. അവിടെ എത്തുമ്പോൾ ഭയങ്കര തിരക്ക്, റൂമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടി. അവസാനം അമ്പലത്തിൽ തൊഴാൻ കയറി ചെന്നപ്പോൾ ഉള്ളിൽ നിറച്ചും പായ വിരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ ഇന്ന് സൂര്യസംഹാരം ആരംഭിക്കുന്ന ദിവസമാണ്, ഇന്നോട്ട് 6 ദിവസം ഈ അമ്പലത്തിൽ താമസിക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര സന്തോഷമായി ഓഫീസിൽ പോയി ചോദിച്ചു. അവർ പറഞ്ഞു ഇതൊക്കെ മുമ്പ് ബുക്ക് ചെയ്യണതാ, ഒരുപാട് മുമ്പ് ബുക്ക് ചെയ്തല്ലേ കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു അവരോട്. അവർ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു 10 മണി കഴിഞ്ഞ് വരിക, എവിടെയെങ്കിലും സ്ഥലങ്ങൾ കിട്ടുകയാണെങ്കിൽ കിടന്നോ, ആരെങ്കിലും വന്ന് എണിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എണിറ്റ് കൊടുക്കണം. ശരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാത്രി അവിടെ കടലിലൊക്കെ കുളിച്ച് 10 മണി കഴിഞ്ഞ് വന്ന് ചുറ്റും ഇങ്ങനെ വലിയ അമ്പലം, ഭയങ്കര വലിയ അമ്പലം. അത് ചുറ്റും നടന്നപ്പോൾ ഒരു 2 സ്ഥലത്ത് ഫാൻ മാത്രം, ബാക്കിയുള്ള സ്ഥലത്ത് ഫാനില്ല. ഫാൻ ഇട്ട് 2 പായ കിടക്കുന്നുണ്ട്. ആളില്ല. ഞങ്ങൾ കയറി കടന്നു. ഒരു 1:30 കഴിഞ്ഞപ്പോൾ ആൾക്കാർ 2 പേരും ഒന്ന് വിളിച്ചു, ഇത് ഇവിടെ കിടക്കണ വെച്ചു. അല്ല ഞങ്ങൾ ഒഴിഞ്ഞു കണ്ടപ്പോൾ കടന്നതാണ്. ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണ്, അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വന്നു, അതുകൊണ്ടാണ് ഇവിടെ കിടക്കാൻ പാടില്ല. അപ്പോൾ സോറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എണീറ്റു. എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു നമുക്ക് സ്ഥലം നിന്നു ഭഗവാൻ, പക്ഷേ ഈ 1:30 എന്തിനാ ഏൽപ്പിച്ചത് അത് എന്നുള്ളതല്ലേ. അപ്പോൾ ഇയാളെന്നെ ഈ സ്റ്റാഫ് എന്നോട് പറഞ്ഞു നിങ്ങൾ വേഗം ഒരു കാര്യം ചെയ്തോ, കടലിൽ കുളിച്ച് വന്നോ, ഇപ്പോൾ 2 മണിക്ക് നട തുറക്കും, ഇപ്പോൾ തൊഴുതാൽ നിങ്ങൾക്ക് തൊഴാൻ പറ്റും, അല്ലെങ്കിൽ കിലോമീറ്ററോളം ക്യൂ ഇരുന്നു. വേഗം കുളിച്ച് വന്ന് ഞങ്ങൾ എത്തുമ്പോൾ 2ാമത്തെ ആളായി നിന്നിട്ട് ആദ്യം നട തുറന്ന് ഭഗവാന്റെ അഭിഷേകം കണ്ടിട്ട് പുറത്തെത്തുമ്പോൾ വല്ലാത്തൊരു ക്യൂ ആണ്. അപ്പോൾ ഇതൊക്കെ ഇത്ര അനുഭവങ്ങളിലൂടെയുള്ള യാത്രകളായിരുന്നു. റഷ്യയിൽ പോയിട്ടുള്ളൊരു അനുഭവമുണ്ട്. റഷ്യയിൽ ഭഗവാനൊരു ഡയറക്ഷൻ, റഷ്യയിലില്ല 2013 അത്
റഷ്യയിൽ ചെല്ലുക, സ്പേസായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് പോണത്. ഇനിയുള്ള യാത്രകളിൽ സ്പേസ് എനർജിക്കുള്ള കാര്യങ്ങൾ നടക്കും, അതിന് വേണ്ടി പോകാൻ. എനിക്കൊരാളെയും പരിചയമില്ല. ഞാൻ ബുക്ക് ചെയ്ത് ട്രാവൽസിൽ ശ്രീലങ്ക എയർലൈൻസിൽ പോണത്. ശ്രീലങ്ക എയർലൈൻസിൽ പോയി ശ്രീലങ്കയിൽ പോയി താമസിക്കണം. പിറ്റേ ദിവസമാണ് അവർ കൊണ്ടുപോവുക, അവർ സ്ഥലം നിന്നിട്ട്. ആ ഫ്ലൈറ്റിൽ ഫുൾ റഷ്യക്കാരാണ്, ഞാൻ മാത്രമാണ് ഇതിൽ. എൻ്റെ ടിക്കറ്റിൽ രഞ്ജിത്ത് കുമാരാന്ന, അവർ കുമാര സംഘകാരാന്നൊക്കെ പറഞ്ഞ കുമാരനെ അവർ അങ്ങനെ അടിക്കണത്. അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ ശ്രീലങ്കക്കാരെന്ന്. അപ്പോൾ എയർ ഹോസ്റ്റേഴ്സൊക്കെ വന്ന് പറയും, നിങ്ങൾ മാത്രം ശ്രീലങ്കനുള്ളൂ, ബാക്കിയുള്ളവരെ ഞങ്ങൾ ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ മാറ്റിയൊന്നുമില്ല, വേണ്ടാണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി 5 ദിവസം ഗൈഡിൻ്റെ കൂടെ കറങ്ങുക. ടോൾസ്റ്റോയുടെ വീട്ടിൽ പോയി ഭയങ്കര, അതൊക്കെ നമുക്ക് ഒരുപാട് വായനാശീലം, അത് നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ വായിച്ച് അതിൻ്റെ സന്തോഷമാക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് സ്പേസ് ആയിട്ടുള്ള സംഭവം വരുന്നില്ല, ഭയങ്കര ഒരു ഇതായിരുന്നു. ലാസ്റ്റ് അവസാന തലേ ദിവസം ഞങ്ങൾ സ്റ്റാലിൻ്റെ അവിടെ പോയി. ലെനിൻ്റെ ബോഡി കണ്ട് തിരിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരു റഷ്യൻ ലേഡി, ഒരു പരിധിയില്ല, ഓടി വന്ന് എൻ്റെ കൈ പിടിച്ച് എന്തൊക്കെയാ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗൈഡിനോട് എന്താ അവർ പറയുന്നത്, ഇതുവരെ വന്നിട്ട് യൂറികക്കാരൻ്റെ അടുത്തേക്ക് പോകാണ്ടാണോ പോണേന്ന്. ഞാൻ ആകെ ഷോക്കായി, കാരണം യൂറികക്കാരനാണ് ആദ്യത്തെ സ്പേസ് ഇത്. അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ പോയില്ല. അവിടെ പോയിട്ട് ഞാൻ സല്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചു വരും. ഗൈഡ് ഞെട്ടി, ഇയാൾ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അത്രയും ചില അത്ഭുതകരമായ കാര്യങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടാണ്. അല്ല, ഈ ലക്ഷ്യം, ഈ യാത്രകളുടെ ഒക്കെ എന്താണ് ചെയ്യണത്, എന്താണ് ചെയ്യുന്നത്? അതാണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടെയൊക്കെ എനിക്കുണ്ടാവുന്ന കൺഫ്യൂഷൻ ഇതൊന്നെയായിരുന്നു, എന്തിനെന്നെ യാത്രകൾ ചെയ്യണം. പക്ഷെ എനിക്കൊരു ആഗ്രഹം 2010 വരെ ഉണ്ടായിരുന്നു, ഞാൻ യാത്രകളൊക്കെ ചെയ്യുന്നു, പകരം എനിക്ക് സിനിമകളിൽ ഭഗവാൻ എന്നെ എന്തെങ്കിലും ആക്കി തരണം. രാഗത്തിലൊക്കെ എൻ്റെ പേര്. ഇതിനൊക്കെ അവധിയൊക്കെ കിട്ടുമായിരുന്നു ഈ സമയത്ത് യാത്ര പോകും? എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അറിയാലോ, അവർ ലീവ് തരാന്ന് പറഞ്ഞൊരു ഓഫീസിൽ നിന്ന് എടുക്കണം, കയ്യും കാലും പിടിച്ച്. പക്ഷെ നമ്മൾ പോകുമ്പോൾ എനിക്കൊരു ഭഗവാൻ അനുഗ്രഹിച്ച് കിട്ടണതാണ്. നമ്മൾ ഇത്ര കൊല്ലം 33 കൊല്ലം സർവീസായിട്ട് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യണവർക്കൊക്കെ. അപ്പോൾ അവർ ഞാൻ പോകുമ്പോൾ അവർ എൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് പറയുന്ന സഹപ്രവർത്തകരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്നേഹത്തിൽ. എന്തിനാണ് പോകുന്നത്? അപ്പം ഇവിടെ ഈ സംഭവങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് അപ്പോഴുണ്ടാവുന്ന കൺഫ്യൂഷൻ ഇതന്നെയായിരുന്നു, എന്തിനു യാത്ര. അവിടെയാണ് ഈ മുരുകയുഗം എന്നുള്ളത് കാര്യം എനിക്ക് 2013 കിട്ടണത്. പോയി വരുമ്പോൾ എൻ്റെ പ്രാർത്ഥന, ഞാൻ അത് ചെയ്തു കേട്ടാ, സിനിമയുടെ കാര്യം ശരിയാക്കി തരാനായിരുന്നു. പക്ഷെ ഇതൊക്കെ സിനിമ അങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ലാസ്റ്റ് അത് ആ ലെവലിൽ വരെ എത്തിച്ച ഇത്, പക്ഷെ നടക്കില്ല. 13 കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതല്ല എൻ്റെ വഴി, ഭഗവാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴും പുറത്ത് പറയാനുള്ള അനുവാദം ഇല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറയും, അതായത് ഭഗവാന്റെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സ്വപ്നം 2013 വരെ. 13 ശേഷം ഞാൻ ജ്യോതി എനർജി രൂപത്തിൽ കണ്ടു തുടങ്ങി. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് പുറത്ത് പറയരുത്, ഡയറക്ഷൻ വ്യക്തമായിട്ട് പറയണ വരെ അത് രഹസ്യമായിട്ട് വെക്കണം. അപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അവർക്ക് മാത്രം, ഓഫീസിലുള്ള കുറച്ച് ആൾക്കാർക്ക് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. 2017 സംഭവിച്ചു. 13 ഈ യാത്രകളൊക്കെ, 13 ഈ സംഭവം അറിയണം. അപ്പൊ ഇതാണ് ലക്ഷ്യം. യുഗം ആണെന്ന് എങ്ങനെ അറിഞ്ഞത്? അത് ഡയറക്ഷൻ തന്നെ സ്വപ്നത്തിൽ വന്നു. ആരോട് പറയണ്ട, ഇതാണ് ഇതിലേക്ക്. അതായത് 2013 മുതൽ മുരുകയുഗം ആരംഭിക്കുകയാണ്. ആ മുരുകയുഗത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇത്രകാലം തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഈ കുമാരികണ്ഠം എന്നുള്ള സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. തമിഴ് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഭാരതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഇനി അടുത്തുള്ള മൂവ്മെന്റ് അതിലേക്ക് ആയിരിക്കും. തയ്യാറായിരിക്കുക, പുറത്ത് പറയരുത്. 2016 എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ തമിഴിൽ വരുന്നത്. അന്നാണ് അത് അനുവദിച്ചത്. 3ാമത് കണ്ണെന്ന് പറഞ്ഞ തമിഴ് വേന്ദ്ര TV വരുന്നത്. അതിനുശേഷമാണ് തമിഴ് എൻ്റെ ഈ അനുഭവങ്ങൾ, ഈ യാത്രകൾ ഒരുപാട് ചർച്ചയായോ? ഭയങ്കരമായിട്ട് കയറിപ്പോയി. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അതിനുശേഷം നമ്മുടെ കൂടെ നിന്നു. അപ്പോൾ ഇത് നമ്മുടെ LMRK ആരംഭിച്ചിട്ടില്ല. 2017 LMRK ആരംഭിക്കാൻ ഭഗവാന്റെ ഡയറക്ഷനിൽ പറയുന്നത്. 2013 സംഭവിച്ചു അങ്ങോട്ട്. മറ്റേ കുറെ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ, തായ്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, തായ്ലാൻഡിലേക്ക്, ഭൂട്ടാൻ, ഈ പറഞ്ഞ സ്ഥലങ്ങളുണ്ടാവും. ഒരു സ്ഥലങ്ങളിലെ എനർജി പോയിന്റുകളാണ്. ഈ എനർജി പോയിന്റ് പോയിട്ട് പ്രാർത്ഥിച്ചു വരിക, ആ എനർജി അത്രേ ഉള്ളൂ. ഒന്നും ചെയ്യണ്ട. ഈ യാത്രകളൊക്കെ അങ്ങനത്തെ ഉള്ളൂ. അതായത് നമ്മളെ എനർജി എടുത്തു വരിക, എനർജി പോയിന്റുകളാണ്. എനർജി പോയിന്റ് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരിക. അതാണ് നമ്മുടെ എല്ലാ യാത്രകളും അങ്ങനെ തന്നെയാണ്. 2010 അവിടെയാണ് ഭഗവാന്റെ ഒരു ഡയറക്ഷൻ വരുന്നത്. നിങ്ങളൊരു പ്ലാറ്റ്ഫോം, ഈ മുരുകയുഗത്തിൽ വേണ്ട ഡ്യൂട്ടികൾ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആരംഭിക്കുമ്പോൾ
3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഗുരു എന്ന് പറയരുത്, ഗോഡ്മാൻ എന്ന് പറയരുത്, സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കുക, സാധാരണക്കാരെ നിന്നുകൊണ്ട് ക്യാപ്റ്റനായി നിന്നുകൊണ്ട് ആ ടീമിനെ നയിക്കുക. ഈ LMRKയിലേക്ക് ആരെയും നിർബന്ധിച്ച് വിളിക്കരുത്, വിട്ടുപോണ ആൾക്കാരെ പിടിച്ച് നിർത്തരുത്. ഇതൊരു കപ്പലാണ്. കപ്പൽ ലക്ഷ്യത്തിലേക്ക് പോകും. ഒരു പോർട്ടെത്തുമ്പോൾ കുറച്ച് ആൾക്കാർ ഇറങ്ങും, വേറെ കുറച്ച് ആൾക്കാർ കയറും. പക്ഷെ കപ്പൽ ലക്ഷ്യത്തിലേക്ക് പോകും. ആ ക്യാപ്റ്റനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. അങ്ങനെയാണ് LMRK 2017 മെയ് 1 LMRK എന്നുള്ള പേരിടാൻ കാര്യം അതും ഡയറക്ഷൻ തന്നെയാണ് ഭഗവാനുടെ. അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ തന്നെ LMRK, ലയൺ മയൂര റോയൽ കിങ്ഡം. അതൊന്ന് വിശദീകരിച്ച് എന്താണ് അർത്ഥം? ലയൺ എന്ന് പറയുന്നത് നരസിംഹമായിട്ട് ബന്ധപ്പെട്ട. നരസിംഹം. മയൂര എന്ന് പറഞ്ഞാൽ മുരുകഭവാനാണ്. ആ ഒരു മുരുകഭവാന്റെ സാമ്രാജ്യം, അതാണ് മയൂര കിങ്ഡം, റോയൽ കിങ്ഡം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇത് ഭാവി സംഭവിക്കാൻ പോകുന്നതാണോ? മുരുകയുഗത്തിൽ വരാവുന്ന, മുരുകയുഗം എന്ന് പറയുന്നത് ഒരുപാട് വർഷം നിൽക്കുന്ന ഒരു യുഗമാണ്. അതിന്റെ തുടക്കകാലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ തുടക്കകാലത്തുണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത്, നമ്മുടെ ഭാരതമായിട്ട് ബന്ധപ്പെട്ടതും കുമാരിഖണ്ഡമായിട്ട് ബന്ധപ്പെട്ടതും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, അതായത് വഴിവെട്ട ആളായിട്ട് നിൽക്കുക. എന്താണ് LMRKയുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? LMRK എന്ന് പറഞ്ഞ ഒരു 15,000 മേലെ ആൾക്കാർ പല ഭാഗത്ത് തമിഴ് ആൾക്കാരും മലയാളികളായിട്ട് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അംഗത്തോടൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇത് ഫ്രീ ആണ്, അംഗത്തിന്റെ പൈസ ഒന്നുമില്ല. ഇത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരും. ഡ്യൂട്ടികൾ വരുമ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ വന്ന്, എന്താണ് ഡ്യൂട്ടി? ആ ഡ്യൂട്ടികൾക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഡ്യൂട്ടി, ഒരു മെമ്പർ, ഇപ്പൊ ഞാനൊരു LMRKയുടെ മെമ്പർ ആണെങ്കിൽ എനിക്കിത് തിരിച്ചറിവുണ്ടാവണം, അത് മുരുകയുഗമാണ് എന്ന് ബോധ്യമാണോ? ഇതിൽ 2 കാര്യമുണ്ട്. മെമ്പർഷിപ്പ് എടുക്കാൻ നമ്മൾ എന്താ ചെയ്യുക, LMRKയുടെ വെബ്സൈറ്റിൽ LMRK.org എന്നൊരു വെബ്സൈറ്റ് പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിൻ എടുത്തിട്ട് ഏത് രാജ്യത്തുള്ളതാണെങ്കിൽ ആ രാജ്യത്തെ ഗ്രൂപ്പിൽ വാട്സാപ്പിൽ ആഡ് ചെയ്യും. എത്ര രാജ്യത്തിന്? ഇപ്പൊ ഒരു 15 രാജ്യങ്ങളിലോളം. അപ്പൊ ഏത് രാജ്യത്താണെങ്കിൽ ആ രാജ്യത്തെ ആഡ് ചെയ്യും, ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഗ്രൂപ്പിൽ നമ്മുടെ കാര്യങ്ങൾ ഇടും. അപ്പൊ ഇതാണ് നമ്മുടെ പിന്നെ ഇപ്പോഴൊക്കെ പ്രത്യേകിച്ച് പൂജയോ ഒന്നും ചെയ്യണ്ട, ഇതിന് വേണ്ടിട്ട് ഒന്നും ചെയ്യണം. നമ്മുടെ ജീവിതം അങ്ങനെ തുടരാം. അതായത് നമ്മുടെ ഡ്യൂട്ടിക്ക് മാത്രമാണ് നമ്മൾ ഒരുമിക്കുന്നത്, അല്ലാത്ത സമയത്ത് അവരവരുടെ ജീവിതത്തിലേക്ക് മാറാം. പ്രത്യേകിച്ച് മുരുക പ്രാർത്ഥനയൊന്നുമില്ല. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയണത്, ദിവസവും ഓം ശരവണഭവായ നമുക്ക് 9 വട്ടം ജപിക്കുക. അത് മാത്രം ചെയ്യുക, വേറെ ഒന്നുമില്ല. മെയിൻ ആയിട്ട് ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാവുക. ഭഗവാൻ എന്ത് ഡ്യൂട്ടി ചെയ്യണം? ഈ ശരവണൻ എന്ന് പറയുന്നത് മുരുകൻ. പിന്നൊക്കെ എന്നാ സംഭവിച്ചു 2013? അപ്പൊ 2013 ശേഷം എത്ര യാത്രകളിലൂടെ സഞ്ചരിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം തമിഴ് ആൾക്കാരുടെ വരവും 2017 മയൂര സിംഹാസനം പ്രതിഷ്ഠിക്കും. രൂപം കൊണ്ടു. രജിസ്റ്റേർഡ് സംഘടനയാണോ? രജിസ്റ്റേർഡ് സംഘടനയാണ്. സൊസൈറ്റീസ് ആക്ട് രജിസ്റ്റേർഡ്. തൃശ്ശൂർ. പിന്നെ തമിഴ്നാട്ടിൽ ചെന്നൈ മെയിൻ ഒരു സ്ഥലമാണ് തമിഴ് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഇത് രജിസ്റ്റേർഡ് സംഘടന ആരംഭിച്ച് പിന്നെ ആദ്യത്തെ ഡ്യൂട്ടി വരുന്നത് ഒരു മയൂര സിംഹാസനം, ഭഗവാന്റെ ഡയറക്ഷനുള്ളത് മയൂര സിംഹാസനം പഴനിയിൽ പൂജിച്ച് ഇംഗ്ലണ്ടിൽ പ്രതിഷ്ഠിക്കണം. എന്തുകൊണ്ട് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ടൈം, ഗ്രീനിച്ച് ടൈം സോൺ 0 ആണ്. 0 എന്ന് വേണം എല്ലാം ആരംഭിക്കാൻ. നമ്മൾ മുമ്പ് ഭാരതത്തിൽ, മുമ്പത്തെ വേൾഡിൽ, ആൻഷ്യൻ വേൾഡിൽ ഉജ്ജയിനാണ് 0 ടൈം സോൺ ഉണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ ടൈമൊക്കെ ഒരേ ടൈം സോൺ ആണെങ്കിലും ശരിക്കും പറഞ്ഞ ടൈമൊക്കെ ഡിഫറെൻ്റ് ഉണ്ട്. ഒരു 15-20 മിനിറ്റിൻ്റെ വ്യത്യാസം ഉജ്ജയിൻ ടൈമും കേരള ടൈമും ഉണ്ട്. പക്ഷേ ഇപ്പോഴും പഞ്ചാംഗം ഉണ്ടാക്കണമെങ്കിൽ ഉജ്ജയിൻ ടൈം വെച്ചിട്ടാണ് പഞ്ചാംഗം ഉണ്ടാക്കുക. ഉജ്ജയിൻ അതിലും മെയിൻ ഇതാണ്. ഉജ്ജയിന് വേറെ പ്രത്യേകിച്ച് വിക്രമാദിത്യ മഹാരാജാവും നവപണ്ഡിതർ കാളിദാസനടക്കമുള്ള ആൾക്കാർ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഭയങ്കര പവർഫുള്ളായ ഒരു സ്ഥലമാണ്. ആ സമയത്ത് 0 ടൈം സോൺ ഇവിടെ ഇരുന്ന സമയത്താണ് ഭാരതം സൂപ്പറായത്. അപ്പോൾ അത് എനർജി തിരിച്ച് ഇവിടേക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലണ്ടിൽ അത് പ്രതിഷ്ഠിച്ചത്. വെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് പ്രതിഷ്ഠിക്കുന്നത്, താന്ത്രോന്നി ആഞ്ജനേയർ കോവിലിൽ. അത് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ ശേഷം യാദൃച്ഛികമായി നമ്മൾ പഴനിയിൽ ഒരു വിഗ്രഹം, ഒരു മയൂര സിംഹാസനം ഉണ്ടാക്കി. ഒരു ചെയർ, വലിയൊരു ചെയർ സിംഹാസനം ഉണ്ടാക്കി, അത് ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ പഴനിയിൽ പൂജിച്ച് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിലേക്ക് നമ്മൾ കപ്പലിൽ അയച്ച് അവിടെ നിന്ന് എടുത്ത് അവിടെ സൂര്യസംഹാരത്തിന് പിറ്റേ ദിവസം നമ്മൾ പോയോ? ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ സമയത്ത് അവിടെ എത്തിയ സമയത്ത് ആരാണ് അത് സ്വീകരിച്ചത്, അവിടെ സെറ്റ് ചെയ്തതൊക്കെ? അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ സ്വീകരിച്ചു. അമ്പലത്തിൽ താന്തൂതിര ആഞ്ജനേയർ അമ്പലമുണ്ട്. ശ്രീലങ്കക്കാർ നടത്തുന്ന അമ്പലമാണ്. അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിച്ചു, ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിക്കൂടെ ചെയ്തോളൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി അത് അവിടേക്ക് വെയിൽസിൽ കൊണ്ടെത്തിയിട്ട് അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചു. വല്ലാണ്ട് ബുദ്ധിമുട്ട്, നമ്മൾ ഈ ഷിഫ്റ്റിങ്ങിന്റെ ഭയങ്കര കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നടന്നു, ഭഗവാൻ സഹായിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് യാദൃച്ഛ കണക്ട് ചെയ്ത് സംഭവിച്ചാൽ നമ്മൾ എന്തിനു വേണ്ടി ചെയ്തു വെച്ചാൽ ആ 0ന്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു മധ്യപ്രദേശിൽ
തെരഞ്ഞെടുപ്പ് വന്ന ശേഷം ആരും പ്രതീക്ഷിക്കാണ്ട് ഉജ്ജയിലത്തെ MLA ആണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആയത്, മോഹൻ സിംഗ് യാദവ്. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം നിയമസഭയിൽ മധ്യപ്രദേശിന് മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രിയായി. ഉജ്ജയിലത്തെ MLA ഇപ്പൊ അദ്ദേഹം തന്നെയാണ്, മോഹൻ യാദവ് എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ഗ്രീനിജ് ടൈം 0 ഭാരതത്തിലേക്ക് ഉജ്ജയിലേക്ക് കൊണ്ടുവരണം, സമയം. നമ്മൾ 3 കൊല്ലം മുമ്പ് എന്തിനു വേണ്ടി പറഞ്ഞു, അത് ഔദ്യോഗിക വേഷൻ ഇവിടെ നടന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഡ്യൂട്ടി 2020 കൊറോണ ടൈമിലാണ്. ഈ സമയത്താണ് മുരുകയുഗത്തിന്റെ ഫിസിക്കൽ എർത്തിൽ ആരംഭിക്കുന്നത് 2020. ഏത് നമുക്ക് കിട്ടിയ വെളിപാട് ഏത് യുഗം ആരംഭിക്കണം, ഒരു സീറോന്ന് ആരംഭിക്കുക, നിശ്ചലാവും. നമ്മൾ പ്രളയം വന്നിട്ടാണ് എപ്പോഴും നമ്മുടെ പുരാണങ്ങളിലുണ്ട് ഒരു പ്രളയം വരുന്നു, ആ പ്രളയത്തിന് ശേഷം പുതിയ യുഗം ആരംഭിക്കണം. നമ്മളിപ്പോഴും നമ്മൾ പഠിക്കുന്ന ഹിസ്റ്ററിയൊക്കെ പ്രളയത്തിന് ശേഷമുള്ള ഹിസ്റ്ററിയാണ്. പ്രളയത്തിന് മുമ്പ് എന്തുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയില്ല. ഇപ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഒരു പരമ്പര വന്നിട്ടുണ്ട് ഈ അടുത്ത്. ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ പ്രളയത്തിന് മുമ്പുള്ള അറിവുകൾ എന്തായിരുന്നു പറഞ്ഞ് തേടി പോണത്. അതിൽ രസമായിട്ട് പറയുന്നുണ്ട്, ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നമ്മുടെ നാട്ടു സ്റ്റോറി എന്ന് പറയുന്ന പോലത്തെ പാട്ടുകൾ ഉണ്ടാവുമല്ലോ, ആ പാട്ടിൽ വരെ പ്രളയം പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ നാട്ടിലും ഈ പ്രളയം പറയുമ്പോൾ അതിന് മുമ്പിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് തേടി പോണൊരു ഇത് ഇപ്പോഴും ഉണ്ട്, നെറ്റ്ഫ്ലിക്സിലുണ്ട്. അപ്പോൾ ആ പ്രളയത്തിന് മുമ്പുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററിയിലേക്കുള്ള പാലമാണ് കുമാരികാണ്ഡം. കുമാരികാണ്ഡത്തോട് സഞ്ചരിച്ച് നമുക്ക് അറിവ് കിട്ടും. കാരണം നമ്മളെയും കാട്ടിലും പരിഷ്കൃതരായ ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ആ സീരീസ് വരെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ രണ്ടാമത്തെ ഡ്യൂട്ടിയുടെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഗ്രീനിച്ചില് ഇത് സ്ഥാപിക്കുന്നു. പിന്നെ പ്രളയത്തില് അല്ല, അപ്പൊ അവർ 0 എന്നുള്ളൊരു പോയിന്റ് നടക്കും. അപ്പൊ അപ്പൊ അവിടെ എത്തുമ്പോൾ നമ്മൾ കൊറോണ ടൈമിൽ ലോകം മുഴുവൻ നിശ്ചലായി, 0 പോയിന്റിലേക്ക് എത്തി. അതായത് മിനിമം ലെവലിൽ കലിയുഗത്തിൽ ഉണ്ടായിരുന്ന ഒരു ഷിഫ്റ്റിങ് അന്നോട്ട് ആരംഭിച്ചു. പിന്നെയുള്ള എനർജി മുരുകയുഗത്തിന്റെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ജിയോ പൊളിറ്റിക്സിൽ ലോകക്രമത്തിൽ ഭയങ്കര മാറ്റം വന്നു തുടങ്ങും. അത് മുരുകന്റെ അനുഗ്രഹത്തിൽ ഭാരതത്തിന് അനുകൂലമായിട്ട് വരും. അതിനു വേണ്ട പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരു ഡ്യൂട്ടി ചെയ്തത് സ്വിറ്റ്സർലൻഡിലാണ്. ഒരു മുരുകന്റെ വിഗ്രഹം അവിടെ വഴിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പലങ്ങളുണ്ടോ? ഇല്ല, അമ്പലമൊന്നുമില്ല. അവിടെ സ്ഥലത്ത് കൊണ്ട് വെക്കുക വേണ്ടോ, അവിടെ ഒരാളുടെ ഒരു സ്ഥലം. മലയാളിയാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് തൊടാൻ പാടില്ല, അത് അങ്ങനെ വെച്ച്. അപ്പോൾ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അതിന് ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, സ്വിറ്റ്സർലൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ പണവും വരുന്ന സ്ഥലമാണ്, ഒരു എനർജി ഇരിക്കുന്ന സ്ഥലമാണ്. എല്ലാ രാജ്യത്തിനും അങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ സിംഗപ്പൂരിൽ പോയി നോക്കുക, ഒരു റിവർ ഉണ്ട്, റിവറിൻ്റെ ഒരു സൈഡ് ബാങ്ക് ഉണ്ടാവുള്ളൂ, മറ്റേ സൈഡ് ഒന്നും ഉണ്ടാവില്ല. അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ ചൈനീസ് വാസ്തുപ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. യിങ് തത്വമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ വാഷിങ്ടൺ, ജോർജ് വാഷിങ്ടൺ ആണ് അത് വാഷിങ്ടൺ DC ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ഇലുമിനാറ്റി കടക്കിലാണ് ആ നഗരം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് പഠിച്ചറിയാൻ പറ്റും. അതേപോലെ ആ ഡോളറിലൊരു നോട്ട്, 1 രൂപ നോട്ടിൽ ഒരു ഒറ്റ കണ്ണ് കാണാം, പിരമിഡ് വെച്ചിട്ട്. അത് ഇലുമിനാറ്റി ചിഹ്നം. ആ പവർ എടുത്തിട്ടാണ് ഡോളർ ലോകം മുഴുവൻ പവർഫുൾ ആയത്. അപ്പോൾ ഓരോ രാജ്യത്തിനും അങ്ങനെ ഒരു ശക്തി ഉണ്ട്. ഭാരതത്തിൻ്റെ ശക്തി ആത്മീയതയാണ്. ഈ ആത്മീയത ഉപയോഗിച്ച ഭാരതം പവർഫുൾ ആവും, ഉപയോഗിച്ചില്ലെങ്കിൽ താഴ്ന്നു പോകും. ഇപ്പം വീണ്ടും ഉപയോഗിക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഭാരതം ഉയർന്നു വരണമെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ രൂപ, ഇന്ത്യൻ റുപ്പീസ് ലോകം മുഴുവൻ വിനിമയം ചെയ്യപ്പെടണം, പവർഫുൾ ആവണം, ഡീഡോളറേഷൻ എല്ലാം തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് 2020 നമ്മൾ പ്രതിഷ്ഠിച്ചത്. ഇപ്പോൾ അന്ന് ഒരാളും ചിന്തിക്കാത്ത ലെവലിൽ ഭാരതത്തിൻ്റെ രൂപ എത്രയോ രാജ്യങ്ങളിൽ വിനിമയപ്പെടുന്നുണ്ട്. പലരും ഇപ്പോൾ ഡീഡോളറേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ബ്രിക്സ് എന്ന് പറഞ്ഞൊരു നാണയം, ബോണ്ടുകളും ഇറക്കാൻ പോകുന്നു. അപ്പോൾ അതിനൊരു മൂവ്മെൻറ്റ് ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2020 അത് ചെയ്തത്. അതിനുശേഷം 2021 സ്കന്ദഭാരത മഹായാഗം എന്ന് പറഞ്ഞ യാഗം നടത്തി. എവിടെ? അത് പഴനിയിലാണ് നടത്തിയത്. അപ്പൊ പഴനി അമ്പലത്തിനോട് ചേർന്നോ? അമ്പലത്തിൽ നമ്മൾ താഴത്തെ ഒരു ഹോൾ എടുത്തിട്ട് അവിടെ ചെയ്തത്. അത് അവരുടെ അനുവാദം വേണ്ട? വേണ്ട. അനുവാദത്തിനൊന്നും പോയി നടക്കില്ല, ഗവൺമെന്റ് പോയതല്ല അവിടെ. അപ്പോൾ നമ്മൾ താഴത്തെ നടത്തിയത്. അപ്പോൾ ഈ നടത്തുമ്പോൾ ചെയ്തത് ആദി ശങ്കരാചാര്യ സ്ഥാപിച്ച 4 മഠങ്ങളുണ്ട് ഇന്ത്യയിൽ. ശരിക്കും വെച്ചാൽ അതും ഒരു ഭയങ്കര രസകരമായ കാര്യമാണ്, അത്ഭുതമായ കാര്യമാണ്. ശങ്കരാചാര്യ വരുമ്പോൾ ഹിന്ദുമതം തകർന്ന് തരിപ്പണായിട്ട് കിടക്കുക.
അദ്ദേഹം വന്ന ശേഷമാണ് ഹിന്ദുമതം അതെ, പുനരുജ്ജീവിപ്പിച്ചു. പുനരുദ്ധരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലശേഷം ഇത് വീണ്ടും ഭാരതത്തിന് വിദേശ ഭരണ അധികാരികൾ വരും, ഇത് തകർന്നു പോകും. തകർന്നു പോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഇന്ത്യയുടെ 4 ഭാഗത്ത് 4 മഠങ്ങൾ വെച്ച് ഒരു എനർജി ബെൽറ്റ് വെച്ചിരിക്കുകയാണ്. ആ എനർജി ബെൽറ്റിനുള്ളിൽ ഇത് ഒരിക്കലും തകരാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞാൽ നോക്കി അദ്ദേഹത്തിന്റെ കാലശേഷം എത്രയോ വർഷം ഭരണാധികാരികൾ വന്ന് തകർക്കാൻ നോക്കിയിട്ടും ഇത് തകർന്നില്ല. പക്ഷെ ഇതിന് പുറത്തുള്ളതൊക്കെ, ഈ മഠത്തിന് പുറത്തുള്ളതൊക്കെ തകർന്നു പോയി, ഇതിനുള്ളിലൊന്നും തകർത്തില്ല. അപ്പം അദ്ദേഹം ഒരു എനർജി ബെൽറ്റ് വെച്ചിട്ട് പോയി. അപ്പോൾ ഈ സ്ഥലങ്ങളിലൂടെ പോയി വെള്ളം എടുത്തു വന്ന് ഉജ്ജയിനിൽ ഉജ്ജയിൻ എന്ന് പറഞ്ഞാൽ വിക്രമാദിത്യ, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാലത്താണ് ഏറ്റവും സമ്പൽ സമൃദ്ധിയായിരുന്നത്. അവിടെ പൂജിച്ച് പഴനിയിൽ യാഗം നടത്തുക. അതിന് എന്തുകൊണ്ട് വെച്ചാൽ ഭാരതം വിശ്വഗുരു എന്നുള്ള പേര് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടും ഭാരതത്തിന് വിക്രമാദിത്യന്റെ സമയത്തുള്ള പോലെ സമ്പൽ സമൃദ്ധി ആവാൻ, ഭൂമിക്കടിയിൽ നിന്ന് നിധികൾ കിട്ടാൻ വേണ്ടിയിട്ടും. കാരണം നമ്മളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഓയിൽ കിട്ടിയതുകൊണ്ടാണ് സമ്പൽ സമൃദ്ധിയായിട്ട് ഉയർന്നത്. അതേപോലെ ഭൂമിക്കിടെ നിധികൾ കിട്ടാൻ വേണ്ടി 2021 ആ യാഗം നടത്തുന്നത്, സ്കന്ദഭാരത മഹായാഗം. അതിനുശേഷമുള്ള വാർത്തകൾ നോക്കും, എത്രയും അടുത്ത കാലത്ത് ഒരുപാട് നമ്മൾ ആൻഡമാനിൽ പെട്രോളിയം, ലിഥിയം, സ്വർണം, രാജസ്ഥാനിൽ സ്വർണം, അത് ഇനിയും കിട്ടും. നമ്മളിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇനി വാർത്തകൾ വരും. നമ്മൾ റയർ എർത്ത് എന്ന് പറയുന്ന സംഭവം അതും ഇനി നമ്മുടെ ഭാരതത്തിൽ നിന്ന് കിട്ടണതും അത് ഉത്പാദിപ്പിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ആ ഒരു സമയത്തിന് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത്. അടുത്തത് 2022 ചെയ്ത് ചെന്നൈയിൽ വെച്ചിട്ടാണ് ആ യാഗം നടത്തിയത്. ആ യാഗത്തിൻ്റെ പേരെന്ന ചെന്തമിഴ് മുരുക വീര ചോഴ പെരുവേൽവി. വേൽവി എന്ന് പറഞ്ഞാൽ യാഗം എന്നർത്ഥം, തമിഴ് വേൽവി എന്നാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ തമിഴ് സംസ്കാരം പവർഫുള്ളായി വരാൻ വേണ്ടിയിട്ടും ചോള രാജാക്കന്മാരുടെ കാര്യം ഈ ഭാരതത്തിൽ ശക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചോള രാജാക്കന്മാരെ കുറിച്ചിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ള രാജവംശം ചോളവംശമാണ്. പക്ഷെ നമ്മൾ അവരെ കുറിച്ചിട്ട് പഠിക്കണില്ല, അത് മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അവരാണ് ഏറ്റവും വലിയ ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് വെച്ചാൽ എല്ലാ ചോള രാജാക്കന്മാരുടെയും സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് മണ്ണെടുത്തുകൊണ്ട് വന്നിട്ടാ ഞാൻ ആ ബാബാസാഹിബ് ആ യാഗം നടത്തിയത് ചെന്നൈയിൽ വെച്ച്. ചെന്നൈയിൽ വെച്ചിട്ടാണ് നടത്തിയത്. അവിടെ അനുമതി വേണ്ടേ? നമ്മൾ ഹോൾ എടുത്ത് ചെയ്യണതല്ല, കുഴപ്പമൊന്നുമില്ല. എത്ര പേര് യാഗത്തിൽ പങ്കെടുത്തായിരുന്നു? അന്നൊക്കെ വളരെ കുറച്ചാണ്, 200, 250, 500 പേര് മാക്സിമം, അത്ര പേര് ഉണ്ടാവുള്ളൂ. അവിടെ ഉള്ളവരാണോ? ഒക്കെ ഫുൾ തമിഴ് ആൾക്കാരെ. പഴനിയിൽ ഒരു 500 പേര് ആ റേഞ്ചാണ് അന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ തായ്ലൻഡിൽ പോയി, മാലിദ്വീപിൽ പോയി, പിന്നെ നമ്മൾ ഈ സ്ഥലങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചു. ഇപ്പം നമ്മൾ ഇതിലൊരു ഉദാഹരണം, ചെന്നൈയിലെ യാഗം 2022 ഡിസംബർ. അതിനു മുമ്പ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ പോയി മണ്ണെടുത്ത് വന്നിട്ടാണ് നമ്മൾ ചെന്നൈയിൽ യാഗം നടത്തുന്നത്. ഇവിടെ വേറൊരു കണക്ട് ചെയ്ത് ഒരു 2 കാര്യം പറയാനുള്ളത്, നമ്മൾ യാഗം നടത്താനുള്ള യോഗ്യത എന്തുണ്ടെങ്കിൽ യാഗം നമ്മൾ തമിഴ് മന്ത്രം വെച്ച് ചെയ്യണം, നമ്മളല്ല ചെയ്യണത്. തമിഴ് മന്ത്രം ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് നടത്തിക്കണമെന്നുള്ളൂ. അവര് നമ്മളെല്ലാം തമിഴ് മന്ത്രത്തിലാണ് ചെയ്യുന്നത്. അവര് സന്യാസിമാരല്ല, തമിഴ്. അവരെ കുറിച്ച് പറയുന്നത് ശിവടിയാർമാർ എന്നാ പറയാ. ബ്രാഹ്മണന്മാരല്ല, അവരുടെ തമിഴ് രീതിയിൽ പൂജ ചെയ്യുന്ന ആൾക്കാരാണ്, അവരെ കൊണ്ട് ചെയ്യണം. ഇതിലൊരു കണക്ട് ചെയ്ത് പറയാ വെച്ചാൽ നമ്മൾ കുമാരികണ്ഠത്തിന്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഈ അടുത്ത കാലത്ത് പൂംഹാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഈ ചോളന്മാരുടെ ഒരു സ്ഥലം തന്നെയാണ്. തഞ്ചാവൂരൊക്കെ കഴിഞ്ഞു പോയിട്ട് അവിടെ ഈ അടുത്ത് ഭാരതീയ യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തിയിട്ട് ഒരു കടലിൻ്റെ അടിയിൽ ഒരു നഗരം കണ്ടെത്തി. 15,000 വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച ഏറ്റവും ഭാരതത്തിലെ പഴക്കം ഹാരപ്പൻ മോഹൻജദാരോണ്, ഒരു 4,500 വർഷം അത്രേ പറയുള്ളൂ. ഇത് 15,000 വർഷം പഴക്കമുണ്ടെന്ന് പറയും. അതെങ്ങനെ അവരത് കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലിൽ ഇപ്പം ഇരിക്കണം, കടലിൽ എപ്പോഴും കടലിൽ ഭൂമി എടുക്കും, കരയെടുക്കും. അപ്പൊ ഇപ്പൊ കരയെടുക്കണതും അന്ന് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ കണക്ക് കൂട്ടിയിട്ടാണ് ഒരു 15,000 വർഷത്തിലാക്കിയത്. ഇപ്പൊ ഗവൺമെന്റ് DMK ഗവൺമെന്റ് അതിന്റെ പഠനം 2 മാസം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതേമാതിരി സ്റ്റാലിൻ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് 2 മാസം മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം ഒരു പഠന റിപ്പോർട്ടാണ് വെച്ചത്. ഇരുമ്പ് യുഗം തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിച്ചത് പുറത്തേക്ക് പോയേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഠനം ഉണ്ടായിരുന്നു വെച്ചത്. ബാക്കിയുള്ള ചരിത്രത്തിൽ പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നു എന്നാണ്. അപ്പൊ ഇനി തിരിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങും. ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യൻ ആരംഭിച്ച് വന്നതെന്നുള്ളതൊക്കെ മാറി തിരിച്ച് പോണ ഒരു കാലഘട്ടത്തിലേക്ക് ഈ പഠനത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ യാഗം നടത്തിയപ്പോൾ 2022 ഡിസംബർ 4 യാഗം നടത്തുന്നത്. അന്നാണ് എൻ്റെ ഈ പുസ്തകം, യുഗപ്പിറവിക്ക് മുമ്പിൽ നിന്നുള്ള പുസ്തകം ഞാൻ റിലീസ് ചെയ്യണം. പശ്ചാത്തലം എന്താണ്? എൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ, ഭഗവാൻ എന്നെ കൈപ്പിടിച്ച് നടത്തിയ വഴികളിലുണ്ടായ എൻ്റെ കിതപ്പുകളും കുതിപ്പുകളും, പരാജയങ്ങളും വിജയങ്ങളും എല്ലാം ഉണ്ട്. ആ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിലൂടെ എഴുതിയത്. അത് യുഗപ്പിറവിക്ക് മുമ്പിൽ അതൊരു യുഗം പിറക്കുന്നതിന് മുമ്പിൽ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ ചിത്രമാണ് എൻ്റെ കവർ ചിത്രം.
അത് ആ ബുക്ക് ഇറക്കുക അങ്ങനെ. അതിലൊരു ഇംഗ്ലീഷ് ബുക്ക് ഇറക്കി അതിൻ്റെ കൂടെ, മൈ മാസ്റ്റേഴ്സ് ഫ്രം ദ ഫോർത്ത് അത് ഡൈമെൻഷൻ. നന്നായി പറ്റുമോ? അത് 4ാമത്തെ ലക്കത്തിലേക്ക് എത്തി. ഇത് ഇപ്പോൾ 3 കൊല്ലം കൊണ്ട് 14ാമത്തെ ലക്കത്തിലേക്ക് പോകും. തമിഴ് ഇറക്കി, ഓം മുരുക കുമാരികാണ്ഡം നോക്കിയും പയനും, അത് 3ാമത്തെ ലക്കത്തിലേക്കായി. അപ്പോൾ ആ യാഗം നടത്തിയ ശേഷം 6 മാസത്തിനുള്ളിലാണ് പാർലമെൻറ്റിൽ ചോളന്മാരുടെ ചെങ്കോല് പ്രതിഷ്ഠിച്ചത്. അതായത് ചോളന്മാർക്ക് വേണ്ടി യാഗം നടത്തി 6 മാസമാകുമ്പോഴേക്കും അത് ഫലത്തിൽ വ്യവസായിച്ച് നടന്നു. അതെങ്ങനെ നടന്നു എന്ന് വെച്ചാൽ, ചോളന്മാരുടെ സിംഹാസനം ചെങ്കോല് പ്രതിഷ്ഠിക്കുക മാത്രമല്ല, അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന സന്യാസിമാരാണ് തമിഴ് മന്ത്രം ജപിച്ചിട്ടാണ് പ്രതിഷ്ഠിച്ചത്. ശരിക്കും ആലോചിച്ചറിയാം, കാശിയിൽ ഹേദർനാഥിലോ ഹരിദ്വാറിലോ ഇഷ്ടം പോലെ സന്യാസിമാരുണ്ട്. അവരൊന്നും വിളിക്കാണ്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് വിളിച്ചത്. ഇതിലിപ്പോൾ ഒരു അത്ഭുതമായ വേറൊരു കണക്ഷൻ ഞാൻ പറയാണ്. 2014 മോദിജിയുടെ വരവ്. അതെ. 2020 ഞാൻ പറഞ്ഞ മുരുക ആരംഭിക്കുന്നത്. ആ സമയത്താണ് അദ്ദേഹം പുതിയ പാർലമെന്റ് നിർമ്മിക്കുന്നത്. ആ പാർലമെന്റിൽ അദ്ദേഹം തീരുമാനിച്ച തീം മയൂര തീമാണ്. മയിലാണ് അതിൻ്റെ അടയാളം. 888 സീറ്റാ, കൂട്ടി നോക്കിയാൽ 6 കിട്ടും. 6 വീടാ. അവിടെയാണ് തമിഴ് മന്ത്രം ജപിച്ച് ചെങ്കോല് പ്രതിഷ്ഠ. അപ്പോൾ ഒരു തമിഴ് കണക്ഷൻ അദ്ദേഹം കൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട് ഈ ചോളന്മാരുടെ ഒരു കാര്യം കൂടി പറഞ്ഞപ്പോൾ, രാജേന്ദ്ര ചോളൻ അദ്ദേഹം ഉത്തരേന്ത്യ കീഴടക്കി, ഗംഗാതലം കീഴടക്കിയ ആളാണ്. തായ്ലാൻഡൊക്കെ കീഴടക്കി, ഇത് കീഴടക്കി. അദ്ദേഹം എന്നിട്ട് ഗംഗാതലം കീഴടക്കിയതുകൊണ്ട് ഗംഗയെ കൊണ്ട ചോളൻ എന്നുള്ളൊരു പേര് അദ്ദേഹത്തിന് വന്നു. എന്നിട്ട് ഇവിടെ തമിഴ്നാട്ടിലൊരു അമ്പലം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഗംഗാജലം കൊണ്ടുവന്ന് ഇവിടെ അഭിഷേകം ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് മോദിജി അത് ചെയ്തു. ഗംഗാജലം കൊണ്ടുവന്ന് ഒരു 3-4 മാസം മുമ്പ് ഈ അമ്പലത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. അപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് വരുന്നത് രാഷ്ട്രീയം മാത്രമല്ല, ഒരു സ്പിരിച്വൽ കണക്ഷനും കൂടി എടുത്തിട്ടാണ്. മോദിജി യുഗപ്പിറവി സ്വാഗതം ചെയ്തു. അതെന്താ വെച്ചാൽ അത് ഇതിൽ കണക്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ കോവിഡ് കാലത്താണ് അദ്ദേഹം ഒരു വിളക്ക് കൊളുത്തി കൊട്ടാരൊക്കെ പറഞ്ഞു. അത് ഭയങ്കര ട്രോളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ശരിക്കും അദ്ദേഹം അത് ചെയ്തത് പുതിയ യുഗത്തിന് ഇന്ത്യക്കാരെ കൊണ്ട് വരവേൽപ്പിക്കുക. നമ്മൾ ദീപാവലി എന്താ ചെയ്യണത്? ജയിച്ചു വരുന്ന ശ്രീരാമനെ വിളക്ക് കൊളുത്തിയിട്ട് ചെയ്യണ പോലെ പുതിയ യുഗത്തിന് ഇന്ത്യക്കാരെ കൊണ്ട് ഇത്ര കോടി ജനങ്ങളെ കൊണ്ട് ഒറ്റയടിക്ക് ചെയ്യിക്കുക ചെയ്തത്. അതെന്തുകൊണ്ടാണ് ഞാൻ അത് പറയണത്? കാരണം അദ്ദേഹം അന്ന് കൊളുത്തിയത് മയിലിൻ്റെ വിളക്കാ. അദ്ദേഹം ധരിച്ച വസ്ത്രം തമിഴ് വസ്ത്ര. അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യ വസ്ത്രം ധരിക്കായിരുന്നു, അതല്ല. എന്നിട്ട് തമിഴ് വസ്ത്രം ധരിച്ചിട്ട് മയിലിൻ്റെ വിളക്ക് കൊളുത്തിട്ട് മയിലിനെ നോക്കിക്കണ പടമാണ് പബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അദ്ദേഹം അത് അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മയൂര തീം പുതിയ പാർലമെന്റിൽ വന്നതും ചോളന്മാരുടെ ചെങ്കോലും മന്ത്രം വെറ്റിവേൽ വീരവേൽ എന്ന് പറഞ്ഞ് അവിടെ പ്രതിഷ്ഠിച്ചതും. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. മുരുക യുഗം പിറന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അങ്ങ് പറയുന്നത്, അങ്ങേ കേൾക്കുന്നവർക്കല്ലാതെ പൊളിറ്റിക്കലി ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്? ഉദാഹരണത്തിന് മോദിജിയൊക്കെ അങ്ങ് പറയുന്നത് യുഗപ്പിറവിക്ക് സ്വാഗതം ചെയ്ത് പറയുന്നുണ്ടല്ലോ. അത്തരൊരു ബോധ്യം അവർക്കാർക്കെങ്കിലും ഉണ്ടെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം. കാരണം പറയണതും നടക്കണതും പറയണു. നമ്മൾ ഒരു കാര്യം കഴിഞ്ഞിട്ട് നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അവകാശം പറയലല്ല, മുമ്പ് പറയണു, അതിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് കാണിക്കണു, അതിൻ്റെ റിസൾട്ട് വരണം. ഓട്ടോമാറ്റിക്കായിട്ട് കുറേ പേർക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ്. അതൊരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. എന്നോട് പലരും ചോദിക്കണം, മോദിജിയെ പരിചയമില്ല. ഞാനായിട്ട് അങ്ങോട്ട് ഒന്നിനും പോകാറില്ല. പക്ഷെ ഇങ്ങോട്ട് ഭഗവാൻ എത്തിക്കുന്ന സമയത്ത് ആൾക്കാരെ എത്തിക്കണമുണ്ട്. അങ്ങേക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. സംഖ്യയാണോ? സംഖ്യ നല്ല രാഷ്ട്രസ്നേഹമാണ്, രാഷ്ട്രസ്നേഹിയാണ്. അതാണ് നമ്മുടെ പൊളിറ്റിക്കൽ. അങ്ങ് ഒരു ഇപ്പം ഞാൻ പറഞ്ഞപ്പം ശ്രീ രവിശങ്കറിനെ പോലെയോ അല്ലെ മാതാമൃതാനന്ദമയെ പോലെയോ അല്ലെങ്കിൽ ശ്രീ എമ്മിനെ പോലെയോ ഒരു പ്രസ്ഥാനം രൂപീകരിച്ച് അതിൻ്റെ നേതാവായി പോകാനാണോ ആഗ്രഹിക്കുന്നത്? ഒരു ആൾ ദൈവം എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന തരത്തിലേക്ക് മാറാൻ സാധ്യത ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആൾ ദൈവം അല്ല, ഗുരുവും കൂടിയല്ല. ഗുരു എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഹൈയാണ്. അതും കൂടി എത്താൻ പറ്റിയിട്ടില്ല എനിക്ക്. ഞാനൊരു ക്യാപ്റ്റനാണ്, ടീമിൻ്റെ ക്യാപ്റ്റൻ. അങ്ങനെ നിന്ന് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി മുരുക അടിയാർ, അതാണ് ഞാൻ. എന്ത് സംഭവിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? ഈ മുരുക യുഗം ആരംഭിക്കുമ്പോൾ എന്ത് ഭാരതത്തിന് സംഭവിക്കുമെന്ന് അങ്ങ് കരുതുന്നത്? ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ ഉണ്ടായ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളുണ്ടാവുന്ന ഒരു ജിയോ പൊളിറ്റിക്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. പുതിയ ലോകക്രമം ഉയർന്നു വരും. അതിൻ്റെ തലപ്പത്ത് ഭാരതം നിൽക്കും. പടിഞ്ഞാറുന്ന് ഏഷ്യയിലേക്ക് ശക്തി ചേരികളുടെ മാറ്റം ഉണ്ടാവും. ഒരു കാലത്ത് ഏഷ്യ ആയിരുന്നു പവർഫുൾ, പിന്നെ പടിഞ്ഞാറിലേക്ക് മാറി, ഇപ്പോൾ തിരിച്ച് ഏഷ്യയിലേക്ക് വീണ്ടും വരും.
അതിന് തലപ്പത്ത് പുതിയ ലോകക്രമത്തിൽ ഭാരതം ഉണ്ടാവും. അത് മുരുകൻ്റെ അനുഗ്രഹം. ചൈന വളരെ മുമ്പിലുള്ള നമ്മളെക്കാൾ നമുക്ക് എങ്ങനെ ചൈനയെ മറികടക്കാൻ കഴിയും? ഇപ്പം അതിലേക്ക് നമ്മൾ വരും. അത് നമ്മൾ അടുത്ത യാഗത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നത്തെ യാഗം നമ്മൾ പറഞ്ഞാൽ അടുത്ത യാഗം നടക്കുന്നത് 2023 ഇപ്പം നമ്മൾ 25 നിൽക്കുന്നത്. അത് യാഗത്തിന്റെ പേര് യിങ് യാങ് യാഗം. യിങ് യാങ്. യിങ് യാങ് എന്നുള്ളത് ചൈനീസ് ഒരു സിമ്പലാണ്. ആ പേരെങ്ങനെ കിട്ടി? അത് ഓൾറെഡി എല്ലാവർക്കും അറിയണ പേര് തന്നെയാണ്. അത് ഭഗവാന്റെ ഡയറക്ഷൻ. അത് യിങ് യാങ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പഴയ ദൂരദർശന്റെ ഇതുപോലെ കറുപ്പും വെളുപ്പും അതിങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുന്ന ഒരു സിമ്പിളാണ്. രണ്ട് ഓപ്പോസിറ്റ് പവറിനെ ബാലൻസ് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും പവർഫുൾ ഒരു മെത്തേഡാണത്. അതിന് നമ്മൾ ശിവശക്തി എന്ന് ഇവിടെ പറയും. അത് അവിടെ ചൈനീസ് പേരാണ് യിങ് യാങ്. എന്തുകൊണ്ട് യിങ് യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോഗർനാഥർ സിദ്ധർ, അദ്ദേഹം ഗുരു കാലികനാഥ് സിദ്ധർ ചൈനയിലാണ് സമാധി. ഭോഗർനാഥ് സിദ്ധർ അവിടെ ചൈനയിൽ പോയിട്ടുണ്ട്. അവിടുന്ന് ഒരുപാട് സിദ്ധന്മാർ ഇവിടേക്കും വന്നിട്ടുണ്ട്. അതായത് ഒരു ആത്മീയമായ കൊടുക്കൽ വാങ്ങലുകൾ ഒരു കാലത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം കട്ടായിട്ട് അത് വേറൊരു പൊളിറ്റിക്കൽ ലെവലിലേക്ക് മാറി. അത് ഈ മുരുകയുഗത്തിൽ ഭാരതം ലോകത്തിന് നമ്പർ 1 വരണമെങ്കിൽ ഈ ഒരു സംഭവം വീണ്ടും ആരംഭിക്കണം. ഇന്ത്യ, ചൈന, റഷ്യ അതൊരു പുതിയ ലോകക്രമം ഉയർന്നു വരണം, പടിഞ്ഞാറിനെ തള്ളിയിട്ട്. എങ്കിൽ മാത്രമേ ഇത് ഭാരതത്തിന് മുന്നേറാൻ പറ്റുള്ളൂ. ഈ ആശയം നേരത്തെ അങ്ങ് പറഞ്ഞിരുന്ന 2023 രൂപീകരിച്ചു. ഇപ്പൊ അങ്ങനെ സംഭവിച്ചോണ്ടിരിക്കുകയാണ്. 2023 പറഞ്ഞതാണ്. അത് അന്നത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഇതേ വാക്ക് 2023 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടക്കണം. അത് ഈ മുരുകത്തിൽ നടക്കും. അതിന് വേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് യിങ് യാങ് യാഗം നടത്തിയത്. നമ്മുടെ ഇദ്ദേഹം ഭോഗർനാഥർ സിദ്ധർ ചൈനയിൽ സഞ്ചരിച്ചിട്ട് അവിടെ ചെന്ന് അവിടുത്തെ ഒരു ബോഡി സ്വീകരിച്ച് ലാവോസ് എന്നൊരു പേരെടുത്ത് ഒരു മതം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ. താവോയിസം, താവോ മതമാണത്. അത് ചൈനയിൽ വളരെ പ്രധാനപ്പെട്ടാണ്. തായ്വാനിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഈ താവോയിസം അത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, താവോ തെച്ചിങ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ താവോയിസത്തിൻ്റെ മെയിൻ ഒരു അടിസ്ഥാന തത്വം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എങ്ങനെയാവണമെന്നുള്ളത് പറയുന്നത് വളരെ രസകരമായിട്ടാണ്. ഒരു മരത്തുനിന്ന് ഞെട്ടേറ്റ് വീഴുന്ന ഒരു ഇല പോലെയാവണം നമ്മുടെ ജീവിതം. നെറ്ററ്റ് വീഴുന്ന ഒരു ഇലയ്ക്ക് താളമുണ്ട്, താളക്രമമുണ്ട്, വളരെ സോഫ്റ്റായിട്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്യും. അങ്ങനെ ആവണം നമ്മുടെ പ്രപഞ്ചത്തിലേക്ക്, പ്രകൃതിയിലേക്ക് ലാൻഡ് ചെയ്യണം എന്നാണ് അതിൻ്റെ തത്വം. ഇദ്ദേഹം അങ്ങനെ ഒരുപാട് സഞ്ചരിച്ച ഇവിടെ ആ ഒരു തത്വം പഴനിമലയിൽ ചെയ്തിട്ടുണ്ട്. പഴനിമല നമ്മൾ 2 മലയുണ്ട്. ഒന്ന് പഴനിമല, അപ്പുറത്ത് ഇടുംബർ മല. ഇടുംബർ എന്ന് പറയുന്നത് മുരുകഭഗവാന്റെ ഭക്തനാണ്. അതിലൊരു കഥയുണ്ട്, അതിന് സയൻസും ഉണ്ട്, രണ്ടും കൂടിയിട്ടുള്ളതാണ്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുംബർ ഒരു അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഒരു 2 മലകൾ താങ്ങിക്കൊണ്ടുവന്നു. ഒരു കാവിൽ നമ്മൾ ഒരു സാധനം വെച്ചില്ല വണ്ടിയുടെ 2 സൈഡിൽ. ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണമായിട്ട് 2 മല അവിടെ വെച്ച് കടന്നു ഉറങ്ങി. അത് കഴിഞ്ഞ് അദ്ദേഹം എണീറ്റ് നോക്കുമ്പോൾ പൊന്തിക്കാൻ പറ്റണില്ല. ഒരു മലയിൽ കുട്ടി ഓടിക്കളിക്കണം. ആ കുട്ടിയായിട്ട് വഴക്കാവണം, യുദ്ധമാവണം. ആ കുട്ടി ഇദ്ദേഹത്തിനെ വധിക്കുന്നു. ഈ കുട്ടി മുരുകഭഗവാനായിരുന്നു. അപ്പോൾ അഗസ്ത്യ മഹർഷി എന്ന് പറയും ഇദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, ഇടുംബർ എൻ്റെ ശിഷ്യനാണ്, ജീവൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ മുരുകഭഗവാൻ ജീവൻ കൊടുക്കും. എന്നിട്ട് പറയുന്നു നീയാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ. അതായത് ഇനി ലോകത്തെ എത്ര വലിയ ആൾക്കാർ വന്നാലും 2ാമതാ കിട്ടുള്ളൂ. ആദ്യത്തെ ഭക്തൻ നീയാണ്. നീ എൻ്റെ അടുത്ത് ഈ മലയിലിരിക്കുക. നിന്നെ വന്ന് തൊഴുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്. അതാണ് ഇപ്പോഴും കാവടി കൊണ്ട് മലയിലേക്ക് പോകുന്നതിന് കാരണം. 2 സൈഡിൽ മല ഇടുംബർ കൊണ്ടുവന്നതിന് ഓർമ്മയ്ക്കായിട്ടാണ്. ഇതിന് വേറൊരു സയൻസും ഉണ്ട്. ഒരു മല ശിവഗിരി, ഒരു മല ശക്തിഗിരിയാണ്. ഇടുംബർ മല ശിവഗിരി, പഴനിമല ശിവശക്തി. ഈ 2 കൂടി കണക്റ്റ് ആവണമെങ്കിൽ, ഊർജ്ജം ഫില്ലാവണമെങ്കിൽ ഒരു ന്യൂട്രൽ പോയിന്റ് വേണം. നമ്മൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, കറണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ പോയിന്റ് വേണം. അങ്ങനൊരു മലയുണ്ട് അവിടെ പഴനിമല. ആ പഴനിയുടെ പേര് സിഗണ്ടിപ്പാറ എന്നാണ്. ആൺപെൺ സിഗണ്ടി. ഈ 3 തമ്മിലുള്ള ഒരു എനർജി കണക്ഷനിലാണ് പഴനിമലയുടെ ഊർജ്ജം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിഗണ്ടിപ്പാറയിൽ നിന്ന് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. സിഗണ്ടിപ്പാറയിൽ നിന്ന് നേരെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ നേരെ ഞാൻ നേരത്തെ പറഞ്ഞ ഗുഹയുണ്ടല്ലോ, ഭോഗർ സമാധി, ആ ഗുഹയുടെ ഉള്ളിൽ ചെന്ന് നിൽക്കും. അതായത് 2ാമത്തെ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ ചെന്ന് നിൽക്കും. അപ്പോൾ അത്രയും കണക്കൂട്ടലിലാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ യിങ് യാങ് തത്വമാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിൽ ആ 2ാമത്തെ വിഗ്രഹം ഡാർക്ക് മാറ്ററിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മളൊക്കെ മാറ്റർ ആണെങ്കിൽ വളരെ കുറച്ച് ശതമാനമുള്ളൂ. ഡാർക്ക് മാറ്ററാണ് കൂടുതൽ. നമ്മൾ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ആ പേര്. നമ്മുടെ ഇനി സയൻസ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഡാർക്ക് മാറ്ററിനെ കുറിച്ചാണ്. ഡാർക്ക് മാറ്റർ ആവും നമ്മുടെ ഭൂമിയുടെ ഊർജ്ജം ഇനി നിയന്ത്രിക്കാൻ. നമ്മൾ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റും. എനിക്ക് തോന്നുന്നത് മറുനാടൻ 1 മാസം മുമ്പ് ഡാർക്ക് മാറ്ററിനെ കുറിച്ചുള്ള ഒരു വാർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശാസ്ത്രത്തെ കണ്ടുപിടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു അത് മുകളിൽ മാറ്ററിലും
അടിയിൽ ഡാർക്ക് മാറ്ററിലും. ഈ രണ്ട് ഓപ്പോസിറ്റ് വെച്ചിട്ടുള്ള യിങ് യാങ് തത്വമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ യിങ് യാങ് യാഗം നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മൾ യിങ് യാങ് എനർജി ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മണ്ണെടുത്തിട്ട് വരണം. ഞാൻ സൗത്ത് കൊറിയയിൽ പോയി അവരുടെ ഡയറക്ഷൻ, അത് യിങ് യാങ് എനർജി ഉള്ള അല്ല, അവരുടെ ഫ്ലാഗ് നോക്കി അറിയാം യിങ് യാങ് ആണ് അവരുടെ ഫ്ലാഗിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സിംഗപ്പൂർ പോയിട്ട് താവോയിസ്റ്റ് ലീഡർമാരെ കണ്ടു, ചൈനീസ് ആൾക്കാർ. ഞങ്ങൾ പറഞ്ഞു അവർ ശക്തമാണോ? ഭയങ്കര പവർഫുൾ ആൾക്കാരാണ്. സിംഗപ്പൂരുണ്ട് ഒരുപാട് ആൾക്കാർ. അപ്പോൾ സിംഗപ്പൂരിൽ അവരുടെ മാസ്റ്ററെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അല്ലെ അവർ ഈ യാഗത്തിന് ക്ഷണിച്ചു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, എൻ്റെ ഒപ്പം വന്ന സിംഗപ്പൂരിലുള്ള ആൾക്കാർ പറഞ്ഞു അവർ വരില്ല, അവരെപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കണമെന്നാണ്. ഞാൻ പറഞ്ഞു ഭഗവാന്റെ ഡയറക്ഷനാണ്, നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അവരോട് സംസാരിച്ചു. നിങ്ങളുടെ ഗുരു ഒന്നാണ്, നിങ്ങളായിട്ട് ബന്ധമുണ്ട് പഴനിക്ക്, നിങ്ങൾ ഈ യാഗത്തിന് വരണം, പങ്കെടുക്കണം എന്നാണ്. അവർ വന്നു, യാഗത്തിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് അവരുടെ പരിപാടിക്ക് എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുന്നുണ്ട്, അവിടെ മുരുകൻ്റെ പടവും വെക്കുന്നുണ്ട്. അപ്പോൾ അവരിവിടെ വന്നിട്ട് യാഗത്തിൽ പങ്കെടുത്തു. ആ യാഗം ഗംഭീര വിജയഭാവം സാധിച്ചു. അതിനുശേഷമുള്ള രാഷ്ട്രീയ ഭൂപടം നോക്കുകയെന്ന്, ഇന്ത്യ, ചൈന, റഷ്യനെ കുറിച്ച് ലോകം സംസാരിച്ചു തുടങ്ങി. ഞാൻ അന്ന് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഭവൻ പറഞ്ഞിട്ട്, പുതിയ ലോകക്രമം വരണം, ഏഷ്യൻ സൈഡിലേക്ക് സാക്തിക ചേരികൾ മാറണം. അതേ വാക്കുകളൊന്നും ഉപയോഗിക്കുന്ന ന്യൂസ് ചാനലുകൾ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെയാണ് പുതിയൊരു ലോകക്രമം ഉയർന്നു വരുന്നത്, പടിഞ്ഞാറിനെ തള്ളി ഏഷ്യൻ സൈഡിൽ. അങ്ങനെ വരുമ്പോഴാണ് ഭാരതം അതിൻ്റെ പവർഫുൾ ലെവലിലേക്ക് വരുന്നത്. അടുത്ത യാഗം ഇനി വരുന്നത്, യാഗം നടത്താൻ പോകുന്നത് ഒരെണ്ണം ഇനി അടുത്തത് ഉജ്ജയിനിൽ നടന്നു. ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി ഡോക്ടർ BR അംബേദ്കറിനെ പ്രാർത്ഥിച്ചുകൊണ്ട്. അതിനുശേഷം അത് ഇലക്ഷന് തൊട്ട് മുമ്പാണ് നടന്നത്, നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ തൊട്ട് മുമ്പ്. അത് കഴിഞ്ഞിട്ട് BR അംബേദ്കറും ഭരണഘടന തന്നെയായിരുന്നു രാജ്യത്ത് ചർച്ചകളും. മോദിജി ഭരണഘടന തൊട്ടിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യണതൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഈ അടുത്ത യാഗത്തിലേക്ക് പോകുന്നത്, അഗ്നിയാഗം. അപ്പോൾ അഗ്നിയാഗത്തിന് മുമ്പ് അഗ്നിഹോമം നടത്തി. ഇതെന്തിനാന്ന് വെച്ചാൽ ഡീപ് സ്റ്റേറ്റിനെ തകർത്ത് ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഡീപ് സ്റ്റേറ്റ് ഭാരതത്തിനെതിരാണ്. തീർച്ചയായും. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ 100 കൊല്ലമായിട്ട് എല്ലാ രാജ്യങ്ങളിലും പടർന്ന് പന്തലിച്ചിരുന്ന ഒരു ഇലുമിനാറ്റി എന്ന് പറയുന്ന ശക്തിയാണ്. അവരാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും 10% നിയന്ത്രിക്കുന്നത്, 90% ആ രാജ്യക്കാരും. അവരുടെ പോളിസികൾ അവർ നടപ്പിലാക്കും. അത് മാറി, പ്രത്യേകിച്ച് അവരെ ഏറ്റവും മെയിൻ ഡോളറെ തൊടരുത്. ഡോളറിനെ തൊട്ടാൽ അവർ ആ രാജ്യം തകർത്ത്, ആ ഭരണാധികാരികൾ തകർത്ത് കളയും. അങ്ങനെ പോയ ആ ഭരണാധികാരികളാണ് സദാം ഹുസൈനും ഗദ്ദാഫിയും ഒക്കെ പോയി. ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്ത് തുടങ്ങി രൂപയിൽ. അന്ന് തൊട്ട് മോദിജിയും അവരുടെ കണ്ണിൽ ഇതാണ്. അപ്പോൾ അവർ ഇനി അതിനെതിരെ ഭാരതത്തിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനെതിരെ അവരെ തകർത്ത് ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഭാരതത്തിലൊരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അശോക ചക്രവർത്തി 9 പേരും എന്നുള്ളൊരു തിയറി ഉണ്ട്. അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിൽ ബുദ്ധമതത്തിലേക്ക് മാറുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയ 9 ശക്തികൾ, അത് എവിടുന്ന കിട്ടിയെന്ന് പറയില്ല, 9 ശക്തി 9 ആൾക്കാർക്ക് കൊടുക്കും. എന്നിട്ട് നിങ്ങളാണ് ഈ ശക്തി തലമുറകൾ മാറിക്കൊണ്ട് രഹസ്യമായിട്ട് വെക്കണം എന്ന് പറഞ്ഞു. ആധുനിക ഇന്ത്യയിൽ ആ ശക്തികൾ ഭയങ്കര സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മുടെ ആധുനിക ഇന്ത്യയിൽ ഇത്രയധികം ഹിന്ദുക്കൾ ഉണ്ടായിട്ടും, ഹിന്ദു ബിംബങ്ങൾ ഉണ്ടായിട്ടും, ഭാരതത്തിൻ്റെ എല്ലാ ബിംബങ്ങളും ബുദ്ധമത ബിംബങ്ങളാണ്. അശോക സ്തംഭം, അശോക ചക്രം. നമ്മൾ 2 ആണവ പരീക്ഷണം നടത്തി. ഒന്നിൻ്റെ പേര് ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു. രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് ബുദ്ധ പൂർണിമയിലാണ്. ഒന്ന് ഇന്ദിരാഗാന്ധി, ഒന്ന് വാജ്പേയി. പക്ഷെ ഇതൊക്കെ കണക്ട് ചെയ്ത് പോകുക. അപ്പോൾ ഈ സമയത്ത് ഇതിന് ഭയങ്കര ശക്തി കൂടിയത് കൊണ്ടാണ്, പവർഫുള്ള ഒന്നും കൂടി കൂട്ടണം എന്നുള്ളത് കൊണ്ടാണ് മോദിജി പുതിയ പാർലമെൻറ്റിൽ വെച്ച അശോക സ്തംഭത്തിൽ ചിരിക്കുന്ന സിംഹത്തിന് പകരം ഗർജിക്കുന്ന സിംഹമായിട്ട് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ കണക്ഷനൊക്കെ ഇതിൽ കണക്ട് ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ ആ ഇതിന് വേണ്ടിയിട്ട് ആ ഡീപ് സ്റ്റേറ്റിനെ തകർത്ത് പുതിയ ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള യാഗമാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് മെയ് 1 അടുത്ത മെയ് 1 അതിന് മുമ്പ് കഴിഞ്ഞ മെയ് 1 അഗ്നിഹോമം നടത്തി. അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അത് നമ്മൾ ഡിക്ലെയർ ചെയ്യണത് മാർച്ചിൽ ഡിക്ലെയർ ചെയ്യണം. മെയ്യിൽ നടക്കാൻ പറഞ്ഞത് മാർച്ചിൽ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഭഗവാൻ 3 ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ യാഗം നടത്താൻ പറഞ്ഞത്, അഗ്നിഹോമം നടത്തുന്നത്. ഒന്ന് മുരുകസേനയ്ക്ക് വേണ്ടിയിട്ട്, ഒന്ന് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടിയിട്ട്, 3 ചാണക്യന് വേണ്ടിയിട്ട്. അന്ന് ഇത് ഡിക്ലെയർ ചെയ്യുമ്പോൾ പഹൽഗാം നടന്നിട്ടില്ല, പാകിസ്ഥാൻ്റെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ അത് ഈ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുരുകസേനയ്ക്ക് വേണ്ടി യാഗം നടത്തുന്നത് മെയ് 1. അതിൻ്റെ തലേ ദിവസമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ സേനയ്ക്ക് ഫുൾ അടിക്കാനുള്ള ഓർഡർ കൊടുക്കുന്നത്. അതിന് പിറ്റേ ദിവസമാണ് മുരുകസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള യാഗം നടക്കുന്നത്. അതിന് എത്രയും മുമ്പാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അന്ന് ആ യാഗം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയുള്ള ഈ നടക്കാൻ പോകുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ, അന്ന് ആ പേരിട്ടിട്ടില്ല, ആ യുദ്ധത്തിൽ മുരുകസേനയുടെ ശക്തി ഇന്ത്യൻ പട്ടാളക്കാർക്ക് കിട്ടും.
അതിൻ്റെ ഫലം അറിയാൻ പറ്റും. 4 ദിവസം കൊണ്ട് നമ്മൾ പാകിസ്ഥാനെ ചുരുട്ടിക്കെട്ടി അമേരിക്കയുടെ ആണവ ഇടലിട വരെ ഉണ്ടായി. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകം ഭാരതത്തിന് കാണുന്നത് വേറൊരു രീതിയിലാണ്. ഭാരതത്തിൻ്റെ ആ ശക്തിയും സൈനിക ശക്തിയും അതിൻ്റെ കാൽക്കുലേഷനും ലോകം മുഴുവൻ മനസ്സിലായി. നമ്മൾ ചില യുദ്ധങ്ങൾ രാജ്യത്തിന് വലുതാക്കും. നമ്മൾ 2ാം ലോക മഹായുദ്ധത്തിൽ കഴിഞ്ഞ ശേഷമാണ് അമേരിക്ക ലോക പോലീസ് ആയത്. സ്റ്റാലിൻ റഷ്യയുടെ എക്കാലത്തെ നേതാവ് 2ാം ലോക മഹായുദ്ധത്തിനാണ്. ബ്രിട്ടൻ ഒരുപാട് കാലം യുദ്ധത്തിന് ശേഷമാണ് അവർ ലോകം കുറേ ഭരിച്ചത്. അപ്പം അത്തരം ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഭാരതത്തിനെ സംബന്ധിച്ച്. അതേപോലെ നമുക്ക് പല മഹാന്മാരുണ്ട്. അതിൽ 2 മഹാന്മാരാണ് നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ്. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട്, സംയമനത്തിൻ്റെയാണ്. അതിന്ന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ അഗ്രസീവിലേക്ക് ഭാരതത്തിൽ ടേണിംഗ് പോയിന്റ് അതിന് ശേഷം ശ്രദ്ധിച്ചറിയാം. അപ്പം അതിലേക്ക് മാറിക്കഴിഞ്ഞു. അതേമാതിരി ചാണക്യൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് താലിബാനായിട്ട് നമ്മൾ സുഹൃത്തായിട്ട് പാകിസ്ഥാനെ അടിക്കണത്. നമ്മൾ അവരവിടെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല, നമ്മൾ അവരെ വെച്ച് അടിക്കുകയും ചെയ്യണത്. അപ്പോൾ അത്രയും മാറ്റം വന്ന് അപ്പോൾ ആ സമയത്ത് ഭഗവാന്റെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയുള്ള അടുത്ത മെയ് വരെ ഭാരതത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. സാമ്പത്തികമായിട്ട് തകർക്കാൻ നോക്കും ഡീപ് സ്റ്റേറ്റ്. ഒരു സൈഡിൽ ഡീപ് സ്റ്റേറ്റ്, ഒരു സൈഡിൽ മുരുകവാനും നമ്മൾ യുദ്ധം. അത് അടുത്ത മെയ് 1 വരെ അതിൽ ഭാരതത്തിന് സാമ്പത്തികമായിട്ട് തകർക്കാൻ നോക്കും. അയൽ രാജ്യങ്ങളിൽ കലാപം ഉണ്ടാക്കിയിട്ട് അത് ഇവിടേക്ക് അന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അതിൻ്റെ ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നോക്കും. അന്ന് നേപ്പാൾ കലാപം നടന്നിട്ടില്ല, ശ്രീലങ്കയിൽ താരിഫ് ഇത് നടന്നിട്ടില്ല. പക്ഷെ ഇതൊക്കെ നടന്നു. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും മുരുകൻ്റെ അനുഗ്രഹത്തിൽ ഇതൊന്നും ഭാരതത്തിൽ ബാധിക്കില്ല. അത് ന്യൂട്രലൈസ് ചെയ്യും. ഇനി വരുന്ന ജനുവരി തൊട്ട് തിരിച്ചടി തുടങ്ങും. ഈ രാജ്യങ്ങളിലൊക്കെ ഭാരതം ആക്ട് ചെയ്ത് തുടങ്ങും ഭഗവാന്റെ അനുഗ്രഹത്തിൽ. അവിടുന്ന് ഇത്ര വാർത്തകൾ കണ്ടു തുടങ്ങും. മെയ് 1 ആകുമ്പോഴേക്കും ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മെയ് 1 ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. ഭാരതം ആവും തീരുമാനിക്കുക പല രാജ്യങ്ങളിലും ആര് ഭരണാധികാരികളാണോ, എന്ത് പോളിസി വരണം എന്നുള്ള രീതിയിലേക്ക് ഭാരതം മാറും. അധികം കാലമില്ലല്ലോ ഇല്ല, മെയ് 1 വരെ. അങ്ങനെ പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്താ കാണുന്നത്? അതിന്റെ എന്താ പറയുക, കുറേ കാലം ഓരോ രാജ്യങ്ങളിൽ ലോകം ഭരിച്ച പോലെ ഭാരതം ലോകം ഭരിക്കും. ഇപ്പം നമുക്കൊരു ഇതുണ്ട്, നമ്മൾ ചിലർ എന്നോട് ചോദിക്കുന്നുണ്ട് വിശ്വഗുരു എന്ന് പറയാണ്ട് എന്തുകൊണ്ട് ഭാരതം ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. നമ്മൾ അത്തരം രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണു അത് ആ രാജ്യത്തിനാണ് ആവശ്യം. അവിടെ മൂല്യങ്ങളൊന്നല്ല ആവശ്യം. നമ്മളെല്ലാവരും നമ്മളെ ബ്രിട്ടൻ ഭരിക്കുമ്പോൾ അവർ ഇതൊന്നും നോക്കിയിട്ടില്ല. അമേരിക്ക ലോകം ഭരിക്കുമ്പോൾ അവരും നോക്കിയിട്ടില്ല. ആരും നോക്കണില്ല. അവർ അധികാരം കിട്ടുമ്പോൾ അധികാരം ഇതാകും. അതേപോലെ ഭാരതം ഇവരൊക്കെ ചെയ്ത പോലെ ലോകം ഭരിക്കുന്ന ഒരു ലെവലിലേക്ക് അവർ മാറും, ഭാരതം മാറും. ഈ പുസ്തകമാണോ? അതെ. ഇതെന്താ ഈ പുസ്തകത്തിൻ്റെ അകത്തുള്ളത്? ഈ പുസ്തകം എൻ്റെ 2022 ഡിസംബർ 3-നാണ് അത് ഇറക്കിയിരിക്കുന്നത്. എൻ്റെ ഇത്ര കൊല്ലത്തെ എൻ്റെ യാത്രകളുടെ എന്താ പറയാ, ഇനി 2ാം ഭാഗം വരാൻ പോകുന്നുണ്ട്. അതിന് ശേഷമുള്ളത് അത് എഴുതിയിട്ടില്ല, എഴുതി തുടങ്ങണം. അപ്പൊ എഴുതുന്നുള്ളതുകൊണ്ടാണോ? കാരണം ഇത് തുടർച്ചയാണല്ലോ, യാത്രകൾ തുടരുന്നു, അനുഭവങ്ങൾ തുടരുന്നു. ഇത് ഈ മുരുകയുഗത്തിന്റെ വിശദാംശങ്ങളുണ്ട്. അതിൽ ഫുൾ എൻ്റെ യാത്രകളിലുണ്ടായ അനുഭവങ്ങൾ, എൻ്റെ പരാജയങ്ങൾ, വിജയങ്ങൾ, കിതപ്പുകൾ, കുതിപ്പുകൾ ഒക്കെ ഇതിലുണ്ട്. പിന്നെ ഓരോ രാഷ്ട്രത്തിൽ നമ്മൾ സംസാരിച്ച പല കാര്യങ്ങളും ഇതിലുണ്ട്. ഇത് ശരിക്കും വെച്ചാൽ തയ്യാറെടുപ്പുകളാണ് ഇന്ന് പുസ്തകം. ആക്ഷൻ അടുത്ത ബുക്കിലാണ്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ചോദിക്കേണ്ടത്, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രസ്ഥാനം വളർന്നു വരികയും അപ്പൊ ഇത് ഫുൾ ടൈം ഇതിലേക്ക് മാറുവാണോ? ജോലി വിട്ടിട്ട് ഞാൻ അടുത്ത കൊല്ലം അപ്പൊ കുടുംബവും അതുകൊണ്ടാണ് ഇത്ര കാലം ജോലിക്ക് പോയി പണിക്ക് പോയി. അപ്പൊ കുടുംബത്തിന് ബുദ്ധിമുട്ടാവത്തില്ല ഇതിലേക്ക് ഫുൾ ടൈം? അപ്പോൾ അത് എന്താ പറയുക, ഭഗവാൻ തന്നെ ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. കാരണം ഇത്ര കാലം പോയതും പണിയെടുക്കാണ്ട് കഞ്ഞി കുടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പോയതാണ്. ഇത് നിങ്ങൾ പണപ്പിരിവൊന്നുമില്ല? ഇല്ല, നമ്മൾ ഫ്രീ ആണ് രജിസ്ട്രേഷൻ. നമ്മുടെ എല്ലാ പരിപാടിയും ഫ്രീ ആണ്, സൗജന്യമായിട്ട് എല്ലാവരും. അതായത് നമ്മൾ വരുന്ന ആൾക്കാർക്ക് ഇപ്പം നമ്മൾ കഴിഞ്ഞ മാസം പ്രസ്ഥാനം വളർത്തിക്കൊണ്ട് പോകണതിന് ഫണ്ടൊക്കെ വേണ്ട. അതിപ്പോൾ ഞാൻ ഇത് പറയാം, കഴിഞ്ഞ ഒക്ടോബർ 12 ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം ഗുരുവായൂർ നടത്തി. 6000 പേര് പങ്കെടുത്തിരുന്നു. അതിൽ ഞങ്ങൾ നിർത്തിയതാണ്. 2 ദിവസം കൊണ്ട് നമ്മളെവിടെയും പരസ്യം ചെയ്തിട്ടില്ല. എൻ്റെ ഫേസ്ബുക്ക് പേജിലും കൂടി ഇട്ടില്ല, വാട്സപ്പ് ഗ്രൂപ്പിലിട്ടു ഇങ്ങനെ പരിപാടി. 6000 പേര്? 6000 പേര് ഒരു ദിവസം. അത് ഞങ്ങൾ നിർത്തിയതാണ്. അത് 2 ദിവസം കൊണ്ട് 6000 പേര് രജിസ്റ്റർ ചെയ്തു. അതിനുള്ള ഇതുണ്ടോ, സൗകര്യം ഉണ്ടോ? കാലത്ത് 3 മണി തൊട്ട് 5 മണി വരെ ഷിഫ്റ്റ്, 5 തൊട്ട് 7, അങ്ങനെ വൈകിട്ട് 6 മണി വരെ. ശരിക്കും നിർത്തിയത് 2 ദിവസം കൊണ്ട് 6000 ഒരു 10-15,000 പേര് ഇനിയും വരാൻ തയ്യാറായിട്ട് നമ്മളെ വിളിക്കുകയായിരുന്നു. ഈ 6000 പേർക്ക് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യുന്നത്? ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ എന്നുള്ള മെഡിറ്റേഷൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു 2 മെഡിറ്റേഷൻ ഉണ്ട്, കണക്റ്റഡ് ടു സ്കന്ദലോക. അത് 2 ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ആൾക്കാർ നമ്മൾ ഇടിച്ചു കയറി വാസായിട്ട് വരുന്നത്. ഈ 6000 പേര് നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുത്തത്, സൗജന്യമായിട്ട് ഭക്ഷണം കൊടുത്തു. ഇതിനെങ്ങനെ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യമുള്ളൂ, നമ്മൾ ആരും സ്പോൺസറെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ ഗ്രൂപ്പിലിടും, ഇങ്ങനൊരു ഡ്യൂട്ടി വരുന്നുണ്ട്, സഹായിക്കാൻ പറ്റണവർ സഹായിക്കുക, ഒറ്റ മാറ്റം.
അത് മതി. ആൾക്കാർ നമ്മുടെ കൂടെ തോളോട് തോൾ നിൽക്കാനുള്ള. അല്ല, അപ്പം ഇതിൻ്റെ ഒരു ആസ്ഥാന മന്ദിരവും ഒരു ആശ്രമം ഒന്നും വേണ്ട. വേണ്ട. നമ്മൾ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് 6 യാഗം പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ യാഗം വരാൻ പോണു. അത് കഴിഞ്ഞ സമയം ടൈം എന്ന് പറഞ്ഞ യാഗമാണ്. ഒരു വേൾഡ് മുരുക കോൺഫറൻസ് നടത്തണം. അതോടെ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഭഗവാൻ എന്ന് പറയുമ്പോൾ ആലേക്ക് ഇപ്പം അതുവരെയുള്ള ലക്ഷ്യങ്ങളാണ് കൊണ്ടുപോകണത്. അപ്പം ഈ ഭാരതം വളരെ ഇവിടെ പെട്രോളൊക്കെ കണ്ടെത്തും, വികസിത രാജ്യമായി മാറും, ഉറപ്പായിട്ടും ലോകത്തിന് കൺട്രോൾ ചെയ്യുന്ന രാജ്യമായിട്ട് മാറും. അതിലേക്കാണ് ഇപ്പം തുടങ്ങും. അത് തുടങ്ങി കഴിഞ്ഞു. ഇപ്പം നമ്മളറിയാലോ, ഇപ്പം 2020 തൊട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 5 വർഷത്തിലുണ്ടായ ഭാരതത്തിലുള്ള ആ ലോകരംഗത്തുള്ള വ്യത്യാസം. ഇപ്പം 4ാമത്തെ സാമ്പത്തിക സ്ഥിതിയായി, 3ാമത്തേക്ക് അടുത്തെത്തും. അത് ഇപ്പം ഇനി അവരെ കടത്തിയാണെങ്കിൽ അവർ താഴ്ന്നാലും മതിയല്ലോ നമ്മൾ കയറി പോകാൻ. ആ ലെവലിലേക്ക് ഇപ്പം അമേരിക്കയുടെ അവസ്ഥയൊക്കെ ഓരോ ന്യൂസുകൾ വരുന്ന തുടങ്ങിയില്ല. എല്ലാ വ്യത്യാസവും വരും അത് ഓട്ടോമാറ്റിക്കായിട്ട്. എന്തായാലും എല്ലാ ആശംസകളും നൽകുന്നു. സന്തോഷം. നമുക്കിത് ജനങ്ങളിൽ എത്തട്ടെ. അതെ, സഹായിച്ചിട്ട്. അതെ, എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും. എന്തായാലും രസമെന്ന് തോന്നി എനിക്ക് തോന്നുന്നു. ആളുകൾക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു ഈ കാര്യങ്ങൾ. നോക്കാം. അപ്പോൾ ആളുകൾക്ക് ബന്ധപ്പെടുകയൊക്കെ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, മെമ്പർമാരാണെങ്കിൽ linemayura.org രജിസ്റ്റർ ചെയ്യുക. പിന്നെ എനിക്ക് മെസ്സേജ് ഫോൺ വിളിച്ചെടുക്കാൻ പറ്റില്ല, ഒരു 100 കോളെങ്കിലും ദിവസം വരും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യും. സന്തോഷം. താങ്ക് യു. ഓം ശരണ പോയ.